ഈ ചാനലിന്റെ വളർച്ച എന്ന് പറയുന്നത് സുഹൃത്തുക്കളെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ടുമാണ്. ഒത്തിരി സുഹൃത്തുക്കൾ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സഹായിക്കുക. നമസ്കാരം, PSC ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് LDC 100 Days ചലഞ്ചിന്റെ ഡേ 20 ആണ്. സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക, LDC 100 Days ചലഞ്ച് ഡേ 20 ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം ഇന്ന് എന്തൊക്കെ പഠിക്കാനുള്ളത്. ആദ്യമായി നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരള നവോത്ഥാന നായകന്മാരും അവരുടെ പ്രധാനപ്പെട്ട പുസ്തകങ്ങളുമാണ്. PSC ഇപ്പോൾ ഒത്തിരി ക്വസ്റ്റ്യൻസ് ഈ ഭാഗത്ത് നിന്ന് ചോദിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ചേരുംപടി ചേർക്കുക എന്നുള്ള മേഖലയിൽ ഒത്തിരി ചോദ്യങ്ങൾ ഈ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. അതുകൊണ്ട് കേരള നവോത്ഥാന നായകന്മാരും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട PSC ചോദിച്ചിട്ടുള്ള പുസ്തകങ്ങൾ മാത്രമേ നമ്മളിവിടെ പറയുന്നുള്ളൂ. വലിച്ചുവാരി പുസ്തകങ്ങൾ നമ്മൾ പറയുന്നില്ല. കേരള PSC ഇതുവരെയും പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ള പുസ്തകങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. അപ്പൊ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ആ പുസ്തകങ്ങളെന്ന്. ആദ്യമായി നമുക്ക് പഠിക്കുവാനുള്ളത് ശ്രീനാരായണ ഗുരുവിനെ പറ്റിയിട്ടാണ്. ശ്രീനാരായണ ഗുരുവിന്റെ പ്രശസ്തമായ പുസ്തകങ്ങൾ PSC ചോദിച്ചതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആത്മോപദേശ ശതകം, ഏറ്റവും കൂടുതൽ ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട് PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ പുസ്തകമാണ്. മറക്കരുത്, ആത്മോപദേശ ശതകം. എന്താണ് ആത്മോപദേശ ശതകം? ദർശനമാല, ഗജേന്ദ്രമോക്ഷം, വഞ്ചിപ്പാട്ട്, ദൈവദശകം, ജാതി ലക്ഷണം, ഈ ഇത്രയും പുസ്തകങ്ങളും PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ് ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട്. അപ്പൊ ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കും. ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട് കേരള PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ള പുസ്തകങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത്. ആത്മോപദേശ ശതകം ഇമ്പോർട്ടന്റ് ആണ്. ദർശനമാല, ഗജേന്ദ്രമോക്ഷം, വഞ്ചിപ്പാട്ട്, ദൈവദശകം, അതുപോലെ ജാതി ലക്ഷണം പഠിക്കുക. ബ്രഹ്മാനന്ദ ശിവയോഗിയുമായി ബന്ധപ്പെട്ട് കേരള PSC പ്രീവിയസ് ആയി ചോദിച്ച പുസ്തകങ്ങളാണ്. മോക്ഷപ്രദീപം, ഏറ്റവും കൂടുതൽ PSC പ്രീവിയസ് ആയി ബ്രഹ്മാനന്ദ ശിവയോഗിയുമായി ബന്ധപ്പെട്ട് ചോദിച്ച പുസ്തകങ്ങളിലെ ചോദ്യം ഇതായിരുന്നു. മോക്ഷപ്രദീപം എഴുതിയത് ആരാണ്? ഉത്തരം ബ്രഹ്മാനന്ദ ശിവയോഗി. ആനന്ദക്കുമ്മി, രണ്ടാമത്തെ പുസ്തകം ഏതാണ്? ആനന്ദക്കുമ്മി. ശിവയോഗ രഹസ്യം, ശിവയോഗ രഹസ്യം. ബ്രഹ്മ സങ്കീർത്തനം, ബ്രഹ്മ സങ്കീർത്തനം. ഇത്രയും പുസ്തകങ്ങളും ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ പ്രശസ്തമായിട്ടുള്ള പുസ്തകങ്ങൾ അല്ലെങ്കിൽ PSC പ്രീവിയസ് ആയി ചോദിച്ച പുസ്തകങ്ങളാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ പ്രശസ്തമായ പുസ്തകങ്ങൾ PSC ചോദിച്ചത് മോക്ഷപ്രദീപം, ആനന്ദക്കുമ്മി, ശിവയോഗ രഹസ്യം, ബ്രഹ്മ സങ്കീർത്തനം എന്നാണ്. ഒന്നുകൂടി പറയാം, രണ്ടും കൂടി സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക. ശ്രീനാരായണ ഗുരുവിന്റെ PSC പ്രീവിയസ് ആയി ചോദിച്ച പുസ്തകങ്ങളാണ് ആത്മോപദേശ ശതകം, ദർശനമാല, ഗജേന്ദ്രമോക്ഷം, വഞ്ചിപ്പാട്ട്, ദൈവദശകം, അതുപോലെ ജാതി ലക്ഷണം. ബ്രഹ്മാനന്ദ ശിവയോഗിയുമായി ബന്ധപ്പെട്ട് PSC പ്രീവിയസ് ആയി ചോദിച്ച പുസ്തകങ്ങളാണ് മോക്ഷപ്രദീപ ഖണ്ഡനം, ആനന്ദക്കുമ്മി, ശിവയോഗ രഹസ്യം, ബ്രഹ്മ സങ്കീർത്തനം പഠിക്കുക. കുര്യാക്കോസ് ഏലിയാസ് ചാവറ അച്ഛനുമായി ബന്ധപ്പെട്ട് PSC ഒരുപാട് തവണ കുര്യാക്കോസ് ഏലിയാസ് ചാവറ അച്ഛനുമായി ബന്ധപ്പെട്ട് പ്രീവിയസ് ആയി ചോദിച്ചതാണ്. ആത്മാനുതാപം, മരണപർവം, 40 മണിയുടെ ക്രമം, നളാഗമങ്ങൾ, ഇത്രയും പഠിച്ചോളെ സുഹൃത്തുക്കളെ. കുര്യാക്കോസ് ഏലിയാസ് ചാവറ അച്ഛനുമായി ബന്ധപ്പെട്ട് കേരള PSC ചോദിച്ച പ്രശസ്തമായ പുസ്തകങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ആത്മാനുതാപം, മരണപർവം, 40 മണികളുടെ ക്രമം, നളാഗമങ്ങൾ. ഇതിൽ നളാഗമങ്ങളും ആത്മാനുതാപവും ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്, പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കേണ്ട നവോത്ഥാന നായകനാണ് ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകം വേദാധികാര നിരൂപണമാണ്. ഇത് ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. വേദാധികാര നിരൂപണം ആരുടേതാണ്? ചട്ടമ്പി സ്വാമികളുടേതാണ്. അതുപോലെ പ്രാചീന മലയാളം, മോക്ഷപ്രദീപ ഖണ്ഡനം, ക്രിസ്തുമത ഛേദനം, അദ്വൈത ചിന്താ പദ്ധതി, ആദിഭാഷ, ഇത്രയും പുസ്തകങ്ങൾ നമ്മൾ പഠിക്കാതെ പോകരുത്. കാരണം PSC ഒത്തിരി തവണ പ്രീവിയസ് ആയി ചോദിച്ച പുസ്തകങ്ങളാണിത് ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ട്. അപ്പൊ ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ട് PSC പ്രീവിയസ് ആയി ചോദിച്ച പുസ്തകങ്ങൾ ഏതൊക്കെയാ സുഹൃത്തുക്കളെ? വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം, മോക്ഷപ്രദീപ ഖണ്ഡനം, ക്രിസ്തുമത ഛേദനം, അദ്വൈത ചിന്താ പദ്ധതി, ആദിഭാഷ. ഇത്രയും പുസ്തകങ്ങൾ വ്യക്തമായിട്ട് പഠിക്കുക. ഒന്നുകൂടി പറയാം, കുര്യാക്കോസ് ഏലിയാസ് ചാവറ അച്ഛനുമായി ബന്ധപ്പെട്ട് PSC പ്രീവിയസ് ആയി ചോദിച്ച പുസ്തകങ്ങൾ ആത്മാനുതാപം, മരണപർവം, 40 മണികളുടെ ക്രമം, നളാഗമങ്ങൾ പഠിക്കുക. ചട്ടമ്പി സ്വാമിയുമായി ബന്ധപ്പെട്ട PSC പ്രീവിയസ് ആയി ചോദിച്ച പുസ്തകങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം, മോക്ഷപ്രദീപ ഖണ്ഡനം, ക്രിസ്തുമത ഛേദനം, അദ്വൈത ചിന്താ പദ്ധതി, ആദിഭാഷ പഠി. വാഗ്ഭടാനന്ദുമായി ബന്ധപ്പെട്ട് PSC പ്രീവിയസ് ആയി ചോദിച്ച പുസ്തകങ്ങളാണ്. അതിൽ 2 രീതിയിലുണ്ട്. അദ്ദേഹത്തിന്റെ മാസികകളും ചോദിച്ചിട്ടുണ്ട്, അതുപോലെ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളും എടുത്ത് ചോദിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ PSC പ്രീവിയസ് ആയി ചോദിച്ചത് അദ്ദേഹത്തിന്റെ മാസികകളാണ്. അതുകൊണ്ടാണ് ഈ മാസികകൾ നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തത്. നമുക്ക് നോക്കാം ഏതൊക്കെ മാസികകളാണ് PSC പ്രീവിയസ് ആയി വാഗ്ഭടാനന്ദന്റെ ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുള്ളത്. അഭിനവ കേരളം, ശിവയോഗ വിലാസം, ആത്മവിദ്യാ കാഹളം,
യജമാനൻ. ഇതിൽ അഭിനവ കേരളവും യജമാനനും ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ചുള്ളതാണ്. വാഗ്ഭടാനന്ദനുമായി ബന്ധപ്പെട്ട് കേരള PSC പ്രീവിയസ് ആയി ചോദിച്ച അദ്ദേഹത്തിന്റെ മാസികകളായിരുന്നു അഭിനവ കേരളം, ശിവയോഗ വിലാസം, ആത്മവിദ്യ, കാഹളം, യജമാനൻ. അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള പുസ്തകങ്ങളും PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുണ്ട്. അതിൽ തന്നെ ഗാന്ധിജിയും ശാസ്ത്ര വ്യാഖ്യാനവും എന്നുള്ള പുസ്തകം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഗാന്ധിജിയും ശാസ്ത്ര വ്യാഖ്യാനവും എന്നുള്ള പുസ്തകം എഴുതിയത് വാഗ്ഭടാനന്ദനാണ്. കൊട്ടിയൂർ ഉത്സവപ്പാട്ട് രണ്ടാമത് ഏറ്റവും കൂടുതൽ PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. കൊട്ടിയൂർ ഉത്സവപ്പാട്ട്, പ്രാർത്ഥനാഞ്ജലി, അതുപോലെ ആധ്യാത്മയുദ്ധം. ഏതൊക്കെയാണ് ആ പുസ്തകങ്ങൾ അദ്ദേഹത്തിന്റെ? ഏതൊക്കെയാണ് വാഗ്ഭടാനന്ദന്റെ പുസ്തകങ്ങൾ? ഗാന്ധിജിയും ശാസ്ത്ര വ്യാഖ്യാനവും, കൊട്ടിയൂർ ഉത്സവപ്പാട്ട്, പ്രാർത്ഥനാഞ്ജലി, അതുപോലെ തന്നെ ആധ്യാത്മയുദ്ധം പഠിക്കുക. അപ്പൊ ഒന്നുകൂടി പറഞ്ഞുതരാം സുഹൃത്തുക്കളെ. വാഗ്ഭടാനന്ദനുമായി ബന്ധപ്പെട്ട് PSC സ്ഥിരമായിട്ട് ചോദിക്കുന്ന അദ്ദേഹത്തിന്റെ മാസികകളും അതുപോലെ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളുമാണ്. ഇത് രണ്ടും നമ്മൾ സെപ്പറേറ്റ് തന്നെ പഠിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ആദ്യമായി നമുക്ക് വാഗ്ഭടാനന്ദനുമായി ബന്ധപ്പെട്ടിട്ടുള്ള PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ള മാസികകൾ നോക്കാം. അഭിനവ കേരളം, ശിവയോഗ വിലാസം, ആത്മവിദ്യ, കാഹളം, യജമാനൻ. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ പുസ്തകങ്ങൾ ഏതൊക്കെയായിരുന്നു? ഗാന്ധിജിയും ശാസ്ത്ര വ്യാഖ്യാനവും, കൊട്ടിയൂർ ഉത്സവപ്പാട്ട്, പ്രാർത്ഥനാഞ്ജലി, അതുപോലെ ആധ്യാത്മയുദ്ധം. ഇത്രയും ഭാഗം സുഹൃത്തുക്കളെ പഠിക്കുക. സഹോദരൻ അയ്യപ്പനുമായി ബന്ധപ്പെട്ട PSC പ്രീവിയസ് ആയി ചോദിച്ച പുസ്തകങ്ങളാണ് അഹല്യയും റാണി സന്ദേശവും. ഇത് രണ്ടുമാണ് അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള പുസ്തകങ്ങൾ. സഹോദരൻ അയ്യപ്പനുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരള PSC പ്രീവിയസ് ആയി ചോദിച്ച സഹോദരൻ അയ്യപ്പന്റെ പുസ്തകങ്ങൾ ഏതൊക്കെയാണ്? അഹല്യയും റാണി സന്ദേശവുമാണ്. AK ഗോപാലനുമായി ബന്ധപ്പെട്ടുകൊണ്ട് PSC പ്രീവിയസ് ആയി ചോദിച്ച അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളാണ് എന്റെ ജീവിതകഥ. അദ്ദേഹത്തിന്റെ ആത്മകഥ അല്ലെങ്കിൽ ഓട്ടോബയോഗ്രഫിയാണ് ഈ പറഞ്ഞിരിക്കുന്ന എന്റെ ജീവിതകഥ എന്നുള്ളത്. അതുപോലെ കൊടുങ്കാറ്റിന്റെ മാറ്റൊലി, മണ്ണിനു വേണ്ടി, ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചോളണേ, മണ്ണിനു വേണ്ടി, എന്റെ ഡയറി, ഹരിജനം. ഇത്രയും PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. അതിൽ തന്നെ മണ്ണിനു വേണ്ടിയും എന്റെ ജീവിതകഥയും ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. അതുകൊണ്ട് സുഹൃത്തുക്കൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. AK ഗോപാലനുമായി ബന്ധപ്പെട്ട് കേരള PSC പ്രീവിയസ് ആയി ചോദിച്ച അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ ചോദിച്ചാൽ എന്റെ ജീവിതകഥ, അത് അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആത്മകഥയാണ്. കൊടുങ്കാറ്റിന്റെ മാറ്റൊലി, മണ്ണിനു വേണ്ടി, എന്റെ ഡയറി, ഹരിജനം. ഇത്രയും പുസ്തകങ്ങൾ സുഹൃത്തുക്കളെ പഠിക്കുക. പൊയ്കൈ യോഹനുമായി ബന്ധപ്പെട്ട് PSC പ്രീവിയസ് ആയി ചോദിച്ച പുസ്തകമാണ് രത്നമണികൾ. പൊയ്കൈ യോഹനുമായി ബന്ധപ്പെട്ട് PSC പ്രീവിയസ് ആയി ചോദിച്ച പുസ്തകമാണ് രത്നമണികൾ. എന്താണ് രത്നമണികൾ? ഇപ്പോൾ അങ്ങോട്ട് PSC ചോദിച്ചേയുള്ളേ, അതുകൊണ്ട് പഠിച്ചോളുക. പൊയ്കൈ യോഹനുമായി ബന്ധപ്പെട്ട് കേരള PSC ചോദിച്ച പുസ്തകമാണ് രത്നമണികൾ. പഠിക്കുക. VT ഭട്ടതിരിപ്പാടുമായി ബന്ധപ്പെട്ട് കേരള PSC പ്രീവിയസ് ആയി ചോദിച്ച പുസ്തകങ്ങളാണ് കണ്ണീരും കിനാവും. ഏതൊക്കെയാണ്? കണ്ണീരും കിനാവും, പൊഴിഞ്ഞ പൂക്കൾ, ജീവിത സ്മരണ, എന്റെ മണ്ണ്, ദക്ഷിണായനം. ഇതിൽ കണ്ണീരും കിനാവും PSC ഏറ്റവും കൂടുതൽ പ്രീവിയസ് ആയി VT ഭട്ടതിരിപ്പാടുമായി ബന്ധപ്പെട്ട് ചോദിച്ച ചോദ്യമാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ ഈ ഭാഗം വ്യക്തമായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഒന്നുകൂടി പറയാം, VT ഭട്ടതിരിപ്പാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരള PSC പ്രീവിയസ് ആയി ചോദിച്ച പുസ്തകങ്ങൾ ഏതൊക്കെയാ സുഹൃത്തുക്കളെ? കണ്ണീരും കിനാവും, പൊഴിഞ്ഞ പൂക്കൾ, ജീവിത സ്മരണകൾ, എന്റെ മണ്ണ്, ദക്ഷിണായനം. പഠിക്കുക. പണ്ഡിറ്റ് KP കറുപ്പനുമായി ബന്ധപ്പെട്ട് കേരള PSC പ്രീവിയസ് ആയി ചോദിച്ച പുസ്തകങ്ങളാണ് ലങ്കാമർദ്ദനം. ആദ്യത്തേതാണ് ലങ്കാമർദ്ദനം. സ്തോത്രമന്ദാരം. എന്താണ്? സ്തോത്രമന്ദാരം. ജാതിക്കുമ്മി, ബാലകലേശം, ഉദ്യാന വിരുന്ന്. ഇത്രയും PSC പ്രീവിയസ് ആയി ചോദിച്ച പണ്ഡിറ്റ് KP കറുപ്പന്റെ പുസ്തകങ്ങളാണ്. ഇതിൽ ലങ്കാമർദ്ദനവും അതുപോലെ തന്നെ ജാതിക്കുമ്മിയും ഇമ്പോർട്ടന്റ് ആണ്. പണ്ഡിറ്റ് KP കറുപ്പനുമായി ബന്ധപ്പെട്ട ഈ രണ്ട് പുസ്തകങ്ങൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. അതിൽ തന്നെ ജാതിക്കുമ്മി പഠിക്കാതെ പോവരുതേ സുഹൃത്തുക്കളെ. പണ്ഡിറ്റ് KP കറുപ്പന്റെ പ്രശസ്തമായിട്ടുള്ള പുസ്തകമാണ് ജാതിക്കുമ്മി എന്നുള്ളത്. പഠിക്കുക. അപ്പോൾ ഒന്നുകൂടി പറയാം, ശ്രദ്ധിക്കുക. VT ഭട്ടതിരിപ്പാടുമായി ബന്ധപ്പെട്ട കേരള PSC പ്രീവിയസ് ആയി ചോദിച്ച അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ കണ്ണീരും കിനാവും, പൊഴിഞ്ഞ പൂക്കൾ, ജീവിത സ്മരണകൾ, എന്റെ മണ്ണ്, ദക്ഷിണായനം എന്നിവയാണ്. പണ്ഡിറ്റ് KP കറുപ്പനുമായി ബന്ധപ്പെട്ട് കേരള PSC പ്രീവിയസ് ആയി ചോദിച്ച അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ലങ്കാമർദ്ദനം, സ്തോത്രമന്ദാരം, ജാതിക്കുമ്മി. ഒന്നുകൂടി പറയുന്നു, ജാതിക്കുമ്മി, ബാലകലേശം, ഉദ്യാന വിരുന്ന് എന്നിവയാണ്. പഠിക്കുക. കുമാരനാശാനുമായി ബന്ധപ്പെട്ട് കേരള PSC പ്രീവിയസ് ആയി ചോദിച്ച പുസ്തകങ്ങളാണ് വീണപൂവ്, നളിനി, പുഷ്പവാടി, ചണ്ടാള ഭിക്ഷുകി, ദുരാവസ്ഥ, പ്രരോധനം. ഇതിൽ ദുരാവസ്ഥയും പ്രരോധനവും ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. സുഹൃത്തുക്കൾ വ്യക്തമായിട്ട് പഠിക്കുക. കുമാരനാശാന്റെ പ്രശസ്തമായിട്ടുള്ള കൃതിയാണ് പ്രരോധനം എന്നുള്ളത്. ഒന്നുകൂടി പറഞ്ഞുതരാൻ സുഹൃത്തുക്കളെ ശ്രദ്ധിക്കുക. കേരള PSC കുമാരനാശാനുമായി ബന്ധപ്പെട്ട് പ്രീവിയസ് ആയി ചോദിച്ച പുസ്തകങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ വീണപൂവ്, നളിനി,
പുഷ്പവാടി, ചണ്ടാള ഭിക്ഷുകി, ദുരാവസ്ഥ, പ്രരോധനം എന്നിവയാണ്. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുമായി ബന്ധപ്പെട്ട കേരള PSC പ്രീവിയസ് ആയി ചോദിച്ച പുസ്തകങ്ങളാണ് കാറൽ മാക്സ്. എന്താണ് കാറൽ മാക്സ്? കേരള ഭാഷോൽപത്തി, ഡൽഹി ദർബാർ, മോഹൻദാസ് ഗാന്ധി. ഇതിൽ കാറൽ മാക്സ് ഒരുപാട് തവണ പ്രീവിയസ് ആയി PSC ചോദിച്ചതാണ്, പഠിച്ചോളുക. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരള PSC പ്രീവിയസ് ആയി ചോദിച്ച അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ കാറൽ മാക്സ്, കേരള ഭാഷോൽപത്തി, ഡൽഹി ദർബാർ, മോഹൻദാസ് ഗാന്ധി പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കുവാനുള്ളതാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അഥവാ ECI. ഇന്ത്യയുടെ ഇലക്ഷൻ കമ്മീഷനെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ ഈ ഭാഗത്ത് നിന്ന് ചോദിക്കുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് പഠിക്കാം ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയെ പറ്റി. ഇന്ത്യയുടെ ഇലക്ഷൻ കമ്മീഷൻ സംസ്ഥാന ദേശീയ തലങ്ങളിലുള്ള തിരഞ്ഞെടുപ്പ് നടത്തുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന സ്ഥാപനമാണ് ഇലക്ഷൻ കമ്മീഷൻ. സംസ്ഥാന ദേശീയ തലങ്ങളിലുള്ള തിരഞ്ഞെടുപ്പുകൾ നടത്തുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന സ്ഥാപനമാണ് ഇലക്ഷൻ കമ്മീഷൻ. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. പഠിച്ചോളനെ, തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. ഭരണഘടനയിൽ ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന അനുച്ഛേദം 324 ഭരണഘടനയില് ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന അനുച്ഛേദം 324. കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന്റെ ആസ്ഥാനം നിർവാചൻ സദൻ ന്യൂഡൽഹിയാണ്. ഒരുപാട് തവണ പ്രീവിയസ് ആയി ചോദിച്ചതാണ്. കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന്റെ ആസ്ഥാനം നിർവാചൻ സദൻ എവിടെയാണ്? ന്യൂഡൽഹി സ്ഥിതി ചെയ്യുന്നു. ഇന്ത്യയിൽ സമ്മതിദായക ദിനമായി ആചരിക്കുന്നത് ജനുവരി 25. 2011 മുതലാണ് നമ്മൾ ഇത് ആചരിച്ചു തുടങ്ങുന്നത്. പഠിക്കുക സുഹൃത്തുക്കളെ, ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യയിലെ സമ്മതിദായക ദിനമായി ആചരിക്കുന്നത് ജനുവരി 25. 2011 മുതലാണ് നമ്മൾ സമ്മതിദായക ദിനം ജനുവരി 25 ആയിട്ട് ആചരിക്കുവാൻ തുടങ്ങിയത്. കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ നടത്തുന്ന തിരഞ്ഞെടുപ്പുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ അത് പാർലമെന്റിലേക്കുള്ള തിരഞ്ഞെടുപ്പ്, രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പ്, സംസ്ഥാന നിയമസഭകളിലേക്കുള്ള തിരഞ്ഞെടുപ്പുകൾ, നിയമസഭകളിലേക്ക് നടത്തുന്ന തിരഞ്ഞെടുപ്പുകൾ. ഇങ്ങനെ 3 പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പുകളാണ് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ തിരഞ്ഞെടുപ്പ് നടത്തുന്നത് കേട്ടോ, അല്ലെങ്കിൽ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന്റെ നിയന്ത്രണത്തിലെ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. അപ്പൊ ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. സംസ്ഥാന ദേശീയ തലത്തിലുള്ള തിരഞ്ഞെടുപ്പുകൾ നടത്തുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന സ്ഥാപനമാണ് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. PSC പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. ഭരണഘടനയിൽ ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം 324 പഠിക്കുക. കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന്റെ ആസ്ഥാനം നിർവാചൻ സദൻ ന്യൂഡൽഹി. എവിടെയാണ്? നിർവാചൻ സദൻ ന്യൂഡൽഹി. ഇന്ത്യയിൽ സമ്മതിദായക ദിനമായി ആചരിക്കുന്നത് ജനുവരി 25. ഇത് 2011 മുതലാണ് നമ്മൾ ആചരിച്ചു തുടങ്ങിയത്. ഇനി കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ നടത്തുന്ന തിരഞ്ഞെടുപ്പുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ പാർലമെന്റിലേക്കുള്ള തിരഞ്ഞെടുപ്പ്, ഇപ്പൊ അങ്ങോട്ട് കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കേട്ടോ, പാർലമെന്റിലേക്കുള്ള തിരഞ്ഞെടുപ്പ്, രാഷ്ട്രപതി ഉപരാഷ്ട്രപതി എന്നിവരുടെ തിരഞ്ഞെടുപ്പ്, സംസ്ഥാന നിയമസഭകളിലേക്ക് നടത്തുന്ന തിരഞ്ഞെടുപ്പുകൾ. ഇത്രയുമാണ് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന്റെ അണ്ടറിൽ വരുന്ന തിരഞ്ഞെടുപ്പുകൾ പഠിക്കും. സംസ്ഥാനങ്ങളിലെ പഞ്ചായത്തുകളുടെയും മുനിസിപ്പാലിറ്റികളിലും നടത്തുന്ന തിരഞ്ഞെടുപ്പിന്റെ മേൽനോട്ടം കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന്റെ അധികാര പരിധിയിൽ വരില്ല. ഇത് PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്, പഠിച്ചോളണേ. സംസ്ഥാനങ്ങളിലെ പഞ്ചായത്തുകളുടെയും മുനിസിപ്പാലിറ്റികളിലും നടത്തുന്ന തിരഞ്ഞെടുപ്പിന്റെ മേൽനോട്ടം കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന്റെ അധികാര പരിധിയിൽ വരില്ല. അതിന് അതാത് സംസ്ഥാനങ്ങളിൽ തന്നെ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനെ അവർ നിയമിച്ചിട്ടുണ്ട്. അവരുടെ നിയന്ത്രണത്തിലാണ് ഈ ഇലക്ഷനുകൾ നടക്കുന്നത് കേട്ടോ. അപ്പോ ഒന്നുകൂടി പറയാം, ശ്രദ്ധിക്കുക. സംസ്ഥാനത്തിലെ പഞ്ചായത്തുകളുടെയോ മുനിസിപ്പാലിറ്റികളുടെ, ഇനി മുനിസിപ്പൽ കോർപ്പറേഷനിലോ ഒക്കെ നടക്കുന്ന തിരഞ്ഞെടുപ്പിന്റെ മേൽനോട്ടം ആര് വഹിക്കില്ല? കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന്റെ അധികാര പരിധിയിൽ വരുന്നതല്ല. പഠിക്കുക. ഇലക്ഷൻ കമ്മീഷന്റെ രൂപീകരണ സമയത്ത് ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇലക്ഷൻ കമ്മീഷന്റെ രൂപീകരണ സമയത്ത് ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വോട്ടിംഗ് പ്രായം 21 നിന്നും 18 കുറച്ചപ്പോൾ ചീഫ് ഇലക്ഷൻ കമ്മീഷണർമാരും 2 ഇലക്ഷൻ കമ്മീഷണർമാരും ഉൾക്കൊള്ളുന്ന പുതിയൊരു ഇലക്ഷൻ കമ്മീഷനെ രൂപീകരിക്കുകയും ചെയ്തു. അതായത് വോട്ടിംഗ് പ്രായം 21 നിന്ന് 18 മാറ്റിയില്ലേ സുഹൃത്തുക്കളെ? അപ്പോൾ വോട്ടിംഗ് ചെയ്യേണ്ട ജനങ്ങളുടെ എണ്ണം എന്ത് ചെയ്തു? വർദ്ധിച്ചു. ഇങ്ങനെ വർദ്ധിച്ചതോടുകൂടി അതൊരു ചീഫ് ഇലക്ഷൻ കമ്മീഷണറുടെ അണ്ടറിൽ മാത്രം ചെയ്യാൻ പറ്റില്ല എന്ന് ഗവൺമെന്റിന് മനസ്സിലായതോടുകൂടി ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ സഹായിക്കുന്നതിന് വേണ്ടി 2 ഇലക്ഷൻ കമ്മീഷണർമാരെയും കൂടി എന്ത് ചെയ്തു? നിയമിച്ചു.
ഈ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ഭാഗമായിട്ട്. അങ്ങനെ മെമ്പേഴ്സിന്റെ എണ്ണം എത്രയായിട്ട് മാറി? ഇപ്പോ 3 അപ്പോ ഇപ്പോൾ കറന്റ്ലി ഇലക്ഷൻ കമ്മീഷനകത്ത് ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഉണ്ട്, അതുപോലെ തന്നെ 2 ഇലക്ഷൻ കമ്മീഷണർമാരുമുണ്ട്. പഠിക്കുക. ചീഫ് ഇലക്ഷൻ കമ്മീഷണർമാരെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ചീഫ് ഇലക്ഷൻ കമ്മീഷണറെയും ഇലക്ഷൻ കമ്മീഷന്മാരെയും നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. ഇലക്ഷൻ കമ്മീഷണർമാരെ നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയാണ്. ഇലക്ഷൻ കമ്മീഷണർമാരെ നീക്കം ചെയ്യുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. അല്ലാതെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ ആര് നീക്കം ചെയ്യുന്നില്ല? രാഷ്ട്രപതി നീക്കം ചെയ്യുന്നില്ല. അതിന് വേറെ പരിപാടിയുണ്ട് കേട്ടോ. അപ്പോ ചീഫ് ഇലക്ഷൻ കമ്മീഷണറെയും ഇലക്ഷൻ കമ്മീഷണർമാരെയും നിയമിക്കുന്ന ആരെന്ന് ചോദിച്ചാൽ രാഷ്ട്രപതിയാണ്. ഇനി ഇലക്ഷൻ കമ്മീഷണർമാരെ നീക്കം ചെയ്യുന്നതും രാഷ്ട്രപതിയാണ്. ഇലക്ഷൻ കമ്മീഷണർമാരെ മാത്രമേ നീക്കം ചെയ്യാൻ രാഷ്ട്രപതിക്ക് അധികാരമുള്ളൂ. ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ പുറത്താക്കുന്ന നടപടി ഇംപീച്ച്മെന്റ് ആണ്. അതായത് നമ്മൾ രാഷ്ട്രപതിയെ എങ്ങനെ പുറത്താക്കുന്നോ അതേ പ്രോട്ടോകോൾ അനുസരിച്ചാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണറെയും പുറത്താക്കാൻ പറ്റുള്ളൂ. അല്ലാതെ രാഷ്ട്രപതിക്ക് ഡയറക്റ്റ് ചീഫ് ഇലക്ഷൻ കമ്മീഷണറിനെ പുറത്താക്കാൻ അനുമതിയില്ല. പഠിച്ചോളണേ. ഇലക്ഷൻ കമ്മീഷണർമാരെ, അതായത് ചീഫ് ഇലക്ഷൻ കമ്മീഷണറിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുത്ത 2 ഇലക്ഷൻ കമ്മീഷണർമാരെ വേണമെങ്കിൽ രാഷ്ട്രപതിക്ക് പിരിച്ചുവിടെ നീക്കം ചെയ്യോ എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ പുറത്താക്കണമെങ്കിൽ രാഷ്ട്രപതിയെ എങ്ങനെ പുറത്താക്കുന്നു അതുപോലെ ഇംപീച്ച്മെന്റിലൂടെ മാത്രമേ പറ്റുള്ളൂ. ഇലക്ഷൻ കമ്മീഷണർമാരെ നീക്കം ചെയ്യുന്നതിന് ചീഫ് ഇലക്ഷൻ കമ്മീഷണറുടെ ശുപാർശ ആവശ്യമാണ്. ചുമ്മാ അങ്ങ് രാഷ്ട്രപതിക്ക് ഇലക്ഷൻ കമ്മീഷണർമാരെ നീക്കം ചെയ്യാൻ കഴിയില്ല. ഇലക്ഷൻ കമ്മീഷണർമാരെ നീക്കം ചെയ്യുന്നതിന് ചീഫ് ഇലക്ഷൻ കമ്മീഷണറുടെ ശുപാർശ ആവശ്യമാണ്. ഇലക്ഷൻ കമ്മീഷണറുടെ കാലാവധി 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. പഠിച്ചോളനെ. പ്രീവിയസ് ആയി PSC ചോദിച്ചതാണ്. ഇലക്ഷൻ കമ്മീഷണറുടെ കാലാവധി 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. ഇലക്ഷൻ കമ്മീഷണറുടെ വേതനം 2.5 ലക്ഷം രൂപയാണ്. ഇലക്ഷൻ കമ്മീഷണറുടെ വേതനം എത്രയാണ്? 2.5 ലക്ഷം രൂപയാണ്. പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിച്ചിരിക്കുക. സംസ്ഥാനങ്ങളിലെ പഞ്ചായത്തുകളുടെയും മുനിസിപ്പാലിറ്റികളെയും നടത്തുന്ന തിരഞ്ഞെടുപ്പിന്റെ മേൽനോട്ടം കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന്റെ പരിധിയിൽ വരുന്നില്ല. ഇലക്ഷൻ കമ്മീഷൻ രൂപീകരണ സമയത്ത് ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വോട്ടിംഗ് പ്രായം 21 നിന്നും 18 കുറച്ചപ്പോൾ ചീഫ് ഇലക്ഷൻ കമ്മീഷണറെയും അതുപോലെ തന്നെ അദ്ദേഹത്തിന് സഹായിക്കാനായിട്ട് 2 ഇലക്ഷൻ കമ്മീഷണർമാരെയും ഉൾക്കൊള്ളുന്ന പുതിയൊരു ഇലക്ഷൻ കമ്മീഷൻ രൂപീകരിച്ചു. ചീഫ് ഇലക്ഷൻ കമ്മീഷണർമാരെ നിയമിക്കുന്നതാരെന്ന് ചോദിച്ചാൽ അത് രാഷ്ട്രപതിയാണ്. ഇലക്ഷൻ കമ്മീഷണർമാരെ മാത്രം നീക്കം ചെയ്യാനുള്ള അധികാരം രാഷ്ട്രപതിക്കുള്ളൂ. ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ പുറത്താക്കുന്നത് ഇംപീച്ച്മെന്റിലൂടെയാണ്. ഇലക്ഷൻ കമ്മീഷണർമാരെ നീക്കം ചെയ്യുന്നതിന് ചീഫ് ഇലക്ഷൻ കമ്മീഷണറുടെ ശുപാർശ ആവശ്യമാണ്. ഡയറക്റ്റ് രാഷ്ട്രപതിക്ക് നീക്കം ചെയ്യാൻ കഴിയില്ല. ഇലക്ഷൻ കമ്മീഷണറുടെ കാലാവധി 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് തികയണം. ഇലക്ഷൻ കമ്മീഷണറുടെ വേതനം 2.5 ലക്ഷം രൂപയാണ്. പഠിക്കുക. ഇനി നമുക്ക് ഇലക്ഷൻ കമ്മീഷന്റെ അധികാര പരിധിയിൽ എന്തൊക്കെയാണ് വരുന്നത് നോക്കാം സുഹൃത്തുക്കളെ. ഇലക്ഷൻ കമ്മീഷന്റെ അധികാര പരിധിയിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. രാഷ്ട്രീയ പാർട്ടികൾക്ക് അധികാരം നൽകുകയും അവർക്ക് തിരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ നൽകുകയും ചെയ്യും. PSC പ്രീവിയസ് ക്വസ്റ്റ്യൻ. രാഷ്ട്രീയ പാർട്ടികൾക്ക് അധികാരം നൽകുകയും അവർക്ക് തിരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ നൽകുകയും ചെയ്യുന്നു ഇലക്ഷൻ കമ്മീഷൻ. തിരഞ്ഞെടുപ്പ് ക്രമീകരണവുമായി ബന്ധപ്പെട്ട പരാതികൾ പരിശോധിക്കുന്നതും അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കുന്നതും ഇലക്ഷൻ കമ്മീഷൻ ആയിരിക്കും. തിരഞ്ഞെടുപ്പ് ക്രമവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പരാതികൾ ഉയർന്നു കഴിഞ്ഞാൽ ആ പരാതികൾ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കാനുള്ള അവകാശം ഇലക്ഷൻ കമ്മീഷനാണ്. തിരഞ്ഞെടുപ്പ് വേളയിൽ രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളും പാലിക്കേണ്ട പെരുമാറ്റച്ചട്ടങ്ങൾ തീരുമാനിക്കുന്നത് ഇലക്ഷൻ കമ്മീഷനാണ്. തിരഞ്ഞെടുപ്പ് വേളയില് രാഷ്ട്രീയ പാർട്ടികൾക്കും സ്ഥാനാർത്ഥികളും പാലിക്കേണ്ട പെരുമാറ്റച്ചട്ടങ്ങൾ തീരുമാനിക്കുന്നത് ആരാണ്? ഇലക്ഷൻ കമ്മീഷനാണ്. MP-മാരുടെ അയോഗ്യത ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ രാഷ്ട്രപതിക്ക് മാർഗനിർദ്ദേശം നൽകുന്നത് ഇലക്ഷൻ കമ്മീഷനാണ്. MP-മാരുടെ അയോഗ്യത ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ രാഷ്ട്രപതിക്ക് മാർഗനിർദ്ദേശം നൽകുന്നത് ആരെന്ന് ചോദിച്ചാൽ അത് ഇലക്ഷൻ കമ്മീഷനാണ്. MLA അയോഗ്യത ഉൾപ്പെടെയുള്ള വിഷയങ്ങൾക്ക് ഗവർണറെ സഹായിക്കുന്നതും ഇലക്ഷൻ കമ്മീഷനാണ്. MLA-മാരുടെ അയോഗ്യത കൽപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഗവർണറെ സഹായിക്കുന്നതും ആരാണ്? ഇലക്ഷൻ കമ്മീഷനാണ്. പഠിക്കുക. ഒന്നുകൂടി പറയാം. ഇലക്ഷൻ കമ്മീഷന്റെ അധികാര പരിധിയിൽ വരുന്ന കാര്യങ്ങളാണ്. രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകുകയും അവർക്ക് തിരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ നൽകുകയും ചെയ്യുന്നത് ഇലക്ഷൻ കമ്മീഷനാണ്. ഇങ്ങനെ തന്നെ പഠിച്ചോളുക. ഓപ്ഷനകത്ത് പാർലമെന്റ് എന്ന് പറഞ്ഞ് കിടക്കും. തെറ്റാണ്. പാർലമെന്റ് നിങ്ങൾ ഒരിക്കലും ആൻസർ കൊടുക്കല്ലേ സുഹൃത്തുക്കളെ. ഒത്തിരി പേർക്ക് തെറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് പറഞ്ഞത്. രാഷ്ട്രീയ പാർട്ടികൾക്ക് അധികാരം നൽകുകയും അവർക്ക് തിരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ നൽകുകയും ചെയ്യുന്നത് ഇലക്ഷൻ കമ്മീഷനാണ്. തിരഞ്ഞെടുപ്പ് ക്രമവുമായി ബന്ധപ്പെട്ട പരാതികൾ പരിശോധിക്കുന്നതിന് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കുന്നത് ഇലക്ഷൻ കമ്മീഷനാണ്. തിരഞ്ഞെടുപ്പ് വേളയിൽ രാഷ്ട്രീയ പാർട്ടി
പാർട്ടികളും സ്ഥാനാർത്ഥികളും പാലിക്കേണ്ട പെരുമാറ്റച്ചട്ടം തീരുമാനിക്കുന്നത് ഇലക്ഷൻ കമ്മീഷനാണ്. എംപിമാരുടെ അയോഗ്യത ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ രാഷ്ട്രപതിക്ക് മാർഗനിർദ്ദേശം നൽകുന്നത് ഇലക്ഷൻ കമ്മീഷനാണ്. MLA-മാരുടെ അയോഗ്യത ഉൾപ്പെടെയുള്ള വിഷയങ്ങൾക്ക് ഗവർണറെ സഹായിക്കുന്നതുമാരാണ് ഇലക്ഷൻ കമ്മീഷനാണ്. പഠിക്കുക. അക്രമം, കൃത്രിമം, ബൂത്ത് പിടിച്ചെടുക്കൽ എന്നീ ക്രമക്കേടുകൾ ഉണ്ടായാൽ തിരഞ്ഞെടുപ്പ് റദ്ദാക്കുവാനുള്ള അവകാശം ഇലക്ഷൻ കമ്മീഷനുണ്ട്. പഠിച്ചോളണേ. അക്രമം, കൃത്രിമം, ബൂത്ത് പിടിച്ചെടുക്കൽ എന്നീ ക്രമക്കേടുകൾ കണ്ടെത്തി കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പ് റദ്ദാക്കുവാനുള്ള അവകാശം ആർക്കുണ്ട്? ഇലക്ഷൻ കമ്മീഷനുണ്ട്. തിരഞ്ഞെടുപ്പ് നടത്താൻ ആവശ്യമായ ഉദ്യോഗസ്ഥരെ ഗവർണറോടോ അല്ലെങ്കിൽ രാഷ്ട്രപതിയോടോ ആവശ്യപ്പെടുവാനുള്ള അവകാശം ആർക്കുണ്ട്? ഇലക്ഷൻ കമ്മീഷനുണ്ട്. തിരഞ്ഞെടുപ്പ് നടത്താൻ ആവശ്യമായിട്ടുള്ള ഉദ്യോഗസ്ഥരെ ഗവർണറോടോ അല്ലെങ്കിൽ രാഷ്ട്രപതിയോടോ ചോദിക്കാൻ അല്ലെങ്കിൽ ആവശ്യപ്പെടാനുള്ള അധികാരം ആർക്കുണ്ട്? ഇലക്ഷൻ കമ്മീഷനുണ്ട്. സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പ് നിർവഹിക്കുന്നത് രാജ്യത്തിന്റെ വോട്ടിംഗ് യന്ത്രങ്ങൾ പരിശോധിക്കുന്നത് ആരെന്ന് ചോദിച്ചാൽ അത് ഇലക്ഷൻ കമ്മീഷനാണ്. പഠിച്ചോളനെ. സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പ് നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് രാജ്യത്തിന്റെ വോട്ടിംഗ് യന്ത്രങ്ങൾ പരിശോധിക്കുന്നത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അടിയന്തരാവസ്ഥാ ഘട്ടങ്ങളിൽ രാഷ്ട്രപതിയുടെ നിയന്ത്രണത്തിലുള്ള ഒരു സംസ്ഥാനത്തിൽ തിരഞ്ഞെടുപ്പ് നടത്തുവാൻ കഴിയുമോ എന്ന് പരിശോധിക്കുന്നതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഇലക്ഷൻ കമ്മീഷനാണ്. പഠിച്ചോളനെ. ഇമ്പോർട്ടന്റ് ആണ്. അടിയന്തരാവസ്ഥാ ഘട്ടങ്ങളിൽ രാഷ്ട്രപതിയുടെ നിയന്ത്രണത്തിലിരിക്കുന്ന ഒരു സംസ്ഥാനത്തില് തിരഞ്ഞെടുപ്പ് നടത്തുവാൻ കഴിയുമോ എന്ന് പരിശോധിക്കുന്നതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ആർക്കാണ്? ഇലക്ഷൻ കമ്മീഷനാണ്. രാഷ്ട്രീയ ഗ്രൂപ്പുകളെ പട്ടികപ്പെടുത്തുക, അവർക്ക് ദേശീയ അല്ലെങ്കിൽ സംസ്ഥാന പാർട്ടി നൽകുക, ഇതും ആരുടെ ഉത്തരവാദിത്തമാണ്? നമ്മുടെ ഇലക്ഷൻ കമ്മീഷന്റെ ഉത്തരവാദിത്തമാണ്. ഇത് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. പഠിച്ചോളെ. രാഷ്ട്രീയ ഗ്രൂപ്പുകളെ പട്ടികപ്പെടുത്തുക, അവർക്ക് ദേശീയ അല്ലെങ്കിൽ സംസ്ഥാന പാർട്ടികളുടെ പദവി നൽകുന്നതുമാരാണ്? നമ്മുടെ ഇലക്ഷൻ കമ്മീഷനാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. അക്രമം, കൃത്രിമം, ബൂത്ത് പിടിച്ചെടുക്കൽ എന്നീ ക്രമക്കേടുകൾ കണ്ടെത്തിയാൽ തിരഞ്ഞെടുപ്പ് റദ്ദാക്കുവാനുള്ള അവകാശം ആർക്കുണ്ട്? നമ്മുടെ ഇലക്ഷൻ കമ്മീഷനുണ്ട്. തിരഞ്ഞെടുപ്പ് നടത്താൻ ആവശ്യമായ ഉദ്യോഗസ്ഥരെ ഗവർണറോടോ അല്ലെങ്കിൽ രാഷ്ട്രപതിയോടോ ആവശ്യപ്പെടുവാനുള്ള അധികാരം ആർക്കുണ്ട്? ഇലക്ഷൻ കമ്മീഷനുണ്ട്. സ്വതന്ത്രവും നീതിയുക്തവുമായ തിരഞ്ഞെടുപ്പ് നിർവഹിക്കുന്നതിന് രാജ്യത്തിന്റെ വോട്ടിംഗ് യന്ത്രങ്ങൾ പരിശോധിക്കുന്നത് ആരാണ്? തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അടിയന്തരാവസ്ഥാ ഘട്ടങ്ങളിൽ രാഷ്ട്രപതിയുടെ നിയന്ത്രണത്തിലുള്ള ഒരു സംസ്ഥാനത്തിൽ തിരഞ്ഞെടുപ്പ് നടത്തുവാൻ കഴിയുമോ എന്ന് പരിശോധിക്കുന്നതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഇലക്ഷൻ കമ്മീഷനാണ്. രാഷ്ട്രീയ ഗ്രൂപ്പുകളെ പട്ടികപ്പെടുത്തുകയും അവർക്ക് ദേശീയ അല്ലെങ്കിൽ സംസ്ഥാന പാർട്ടി പദവി നൽകുകയും ചെയ്യുന്നത് ആരാണ്? നമ്മുടെ ഇലക്ഷൻ കമ്മീഷനാണ്. പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളതാണ് ഇലക്ഷൻ കമ്മീഷന്റെ ഘടന. എന്തൊക്കെയാണ് ഇലക്ഷൻ കമ്മീഷന്റെ ഘടനയുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കേണ്ടത് നോക്കാം. കാരണം ഇപ്പോൾ നടന്നൊരു +2 എക്സാമിന് ഇലക്ഷൻ കമ്മീഷന്റെ ഘടനയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ഇലക്ഷൻ കമ്മീഷന്റെ ഘടന നമ്മൾ പഠിക്കണം. നമുക്ക് നോക്കാം എന്തൊക്കെയാണുള്ളതെന്ന്. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. ആദ്യമായിട്ടുള്ളത് ആരാണ്? ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ്. അതായത് CEC നമ്മൾ പറയും, അഥവാ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. ഇലക്ഷൻ കമ്മീഷന്റെ നിയന്ത്രിക്കുന്നത് ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ്. ഇലക്ഷൻ കമ്മീഷനെ പൂർണ്ണമായും നിയന്ത്രിക്കുന്നത് ആരാണ്? ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ്. അടുത്ത വ്യക്തിത്വം അല്ലെങ്കിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണറിന് ശേഷം വരുന്ന വ്യക്തികളാണ് ഇലക്ഷൻ കമ്മീഷണർ. ആരൊക്കെയാണ്? ഇലക്ഷൻ കമ്മീഷണർ. ഇപ്പൊ നമുക്ക് എത്ര ഇലക്ഷൻ കമ്മീഷണർമാരുണ്ട്? 2 ഇലക്ഷൻ കമ്മീഷണർമാരുണ്ട്. ഇവരുടെ ജോലി എന്തെന്ന് ചോദിച്ചാല് തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണർക്ക് ആവശ്യമായ സഹായങ്ങൾ നൽകുന്നതാണ് ഇലക്ഷൻ കമ്മീഷണർമാരുടെ ജോലി. തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണറിന് ആവശ്യമായ സഹായങ്ങൾ നൽകുക എന്നുള്ളതാണ് ഇലക്ഷൻ കമ്മീഷണർമാരുടെ ജോലി. അടുത്തതാണ് ഡെപ്യൂട്ടി ഇലക്ഷൻ കമ്മീഷണർമാർ. അടുത്തതാരാണ്? ഡെപ്യൂട്ടി ഇലക്ഷൻ കമ്മീഷണർമാർ. വിവിധ തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങളുടെ നിയന്ത്രണം ഡെപ്യൂട്ടി ഇലക്ഷൻ കമ്മീഷണർമാർക്കാണ്. വിവിധ തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങളുടെ നിയന്ത്രണം ആരുടെ കയ്യിലാണ്? ഡെപ്യൂട്ടി ഇലക്ഷൻ കമ്മീഷണർമാർക്കാണ്. അസിസ്റ്റന്റ് ഇലക്ഷൻ കമ്മീഷണർ. അടുത്തതാരാണ്? അസിസ്റ്റന്റ് ഇലക്ഷൻ കമ്മീഷണർ. ഡെപ്യൂട്ടി ഇലക്ഷൻ കമ്മീഷണർമാർക്കുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്ന ജോലിയാണ് അസിസ്റ്റന്റ് ഇലക്ഷൻ കമ്മീഷണർക്കുള്ളത്. ഡെപ്യൂട്ടി ഇലക്ഷൻ കമ്മീഷണർമാർക്കുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്ന ജോലിയാണ് അസിസ്റ്റന്റ് ഇലക്ഷൻ കമ്മീഷണർക്കുള്ളത്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ. ഇലക്ഷൻ കമ്മീഷന്റെ ഘടന എങ്ങനെയെന്ന് ചോദിച്ചാൽ ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണർ അഥവാ CEC ഉണ്ട്. അദ്ദേഹം എന്ന് പറയുന്നത് ഈ ഇലക്ഷൻ കമ്മീഷന്റെ പൂർണ്ണമായ നിയന്ത്രണം ആരുടെ കയ്യിലാണ്? ചീഫ് ഇലക്ഷൻ കമ്മീഷണറുടെ കയ്യിലാണ്. അതിന് തൊട്ടു താഴെയാണ് 2 പ്രധാനപ്പെട്ട പോസ്റ്റ് വരുന്നത്. 2 ഇലക്ഷൻ കമ്മീഷണർമാര്. അവരെന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാല് തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണർക്ക് ആവശ്യമായ സഹായങ്ങൾ നൽകുന്നത് ഇവരാണ്.
അതിനു തൊട്ട് താഴെയായാണ് ഡെപ്യൂട്ടി ഇലക്ഷൻ കമ്മീഷണർ വരുന്നത്. വിവിധ തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങളുടെ നിയന്ത്രണം ഡെപ്യൂട്ടി ഇലക്ഷൻ കമ്മീഷണറാണ് നടത്തുന്നത്. അതിനു തൊട്ട് താഴെയാണ് അസിസ്റ്റന്റ് ഇലക്ഷൻ കമ്മീഷണർ വരുന്നത്. അസിസ്റ്റന്റ് ഇലക്ഷൻ കമ്മീഷണർ എന്താ ചെയ്യുന്നത്? ഡെപ്യൂട്ടി ഇലക്ഷൻ കമ്മീഷണർമാർക്കുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്ന ജോലിയാണ് അസിസ്റ്റന്റ് ഇലക്ഷൻ കമ്മീഷണർമാർക്കുള്ളത്. പഠിക്കുക. അടുത്തതാണ് ചീഫ് ഇലക്ടറൽ ഓഫീസർ. ഇതാണ് PSC പ്രീവിയസ് ആയി ചോദിച്ചത്. ചീഫ് ഇലക്ടറൽ ഓഫീസർ ഓരോ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും പ്രാദേശിക ഓഫീസുകളുടെയും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ മേൽനോട്ടം വഹിക്കുകയും ചെയ്യുന്ന വ്യക്തിത്വമാരെന്ന് ചോദിച്ചാൽ അത് ചീഫ് ഇലക്ടറൽ ഓഫീസർ ആണ്. ഒന്നുകൂടി പറയാം, ഓരോ സംസ്ഥാനങ്ങളിലെയും അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും പ്രാദേശിക ഓഫീസുകളുടെയും, അതായത് ആ പ്രദേശത്ത് ഒരു ഇലക്ഷൻ കമ്മീഷന്റെ ഓഫീസ് കാണുമല്ലോ, ആ കമ്മീഷൻ ഓഫീസിന്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും അതിനോടൊപ്പം തന്നെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുകയും ചെയ്യുന്നത് ചീഫ് ഇലക്ടറൽ ഓഫീസർ ആണ്. ആരാണ്? ചീഫ് ഇലക്ടറൽ ഓഫീസർ ആണ്. ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർമാരാണ് താഴെ വരുന്നത്. പ്രാദേശിക തലത്തിലുള്ള വോട്ടർ പട്ടിക തയ്യാറാക്കുകയും അത് അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യുന്നത് ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർമാരാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചോളണേ. പ്രാദേശിക തലത്തിലുള്ള വോട്ടർ പട്ടിക തയ്യാറാക്കുകയും അത് അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യുന്നത് ആരെന്ന് ചോദിച്ചാൽ ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർമാരാണ്. അടുത്തതാണ് ബൂത്ത് ലെവൽ ഓഫീസർ. ഇതും PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. ബൂത്ത് ലെവൽ ഓഫീസർ താഴെ തട്ടിൽ വോട്ടർ രജിസ്ട്രേഷനിലും പോളിംഗുമായി ബന്ധപ്പെട്ട ജോലികൾക്ക് സഹായം നൽകുകയാണ് ബൂത്ത് ലെവൽ ഓഫീസർ ചെയ്യുന്നത്. ബൂത്ത് ലെവൽ ഓഫീസർ എന്താ ചെയ്യുന്നത്? താഴെ തട്ടിലുള്ള വോട്ടർ രജിസ്ട്രേഷനിലും അതുപോലെ പോളിംഗുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജോലികൾക്ക് സഹായം നൽകുക എന്നതാണ് ബൂത്ത് ലെവൽ ഓഫീസർ ചെയ്യുന്നത്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ഇതിൽ പറഞ്ഞിരിക്കുന്ന 3 വ്യക്തിത്വങ്ങളും PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. ചീഫ് ഇലക്ടറൽ ഓഫീസർ എന്താണ് ചെയ്യുന്നത്? ചീഫ് ഇലക്ടറൽ ഓഫീസർ ഓരോ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയോ പ്രാദേശിക ഓഫീസുകളുടെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുകയും ചെയ്യുന്നു. ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർ എന്താ ചെയ്യുന്നത്? പ്രാദേശിക തലത്തിലുള്ള വോട്ടർ പട്ടിക തയ്യാറാക്കുകയും അത് അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇനി ബൂത്ത് ലെവൽ ഓഫീസർ എന്താ സുഹൃത്തുക്കളെ ചെയ്യുന്നത്? താഴെ തട്ടിലുള്ള വോട്ടർ രജിസ്ട്രേഷനും അതുപോലെ തന്നെ പോളിംഗുമായി ബന്ധപ്പെട്ട ജോലികൾക്ക് സഹായം നൽകുക എന്നതാണ് ബൂത്ത് ലെവൽ ഓഫീസറിന്റെ ജോലി. ഇത്രയും ഭാഗം സുഹൃത്തുക്കളെ വ്യക്തമായിട്ട് പഠിക്കുക. അടുത്തതാണ് നമ്മുടെ പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ. ഇന്ത്യയിലെ ആദ്യത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിരുന്നു സുകുമാർ സെൻ. വർഷം 1950. വർഷം കൂടി പഠിച്ചോളേ. ഇന്ത്യയിലെ ആദ്യത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരെന്ന് ചോദിച്ചാൽ സുകുമാർ സെൻ ആയിരുന്നു. അദ്ദേഹം ഈ പദവിയിലെത്തിയത് 1950 പഠിക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ചീഫ് ഇലക്ഷൻ കമ്മീഷനാണ് VS രമാദേവി. പഠിക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരെന്ന് ചോദിച്ചാൽ അത് VS രമാദേവിയാണ്. ആരാണ്? VS രമാദേവിയാണ്. ഇപ്പോഴത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ രാജീവ് കുമാർ ആണ്. ഇദ്ദേഹം 2022 സ്ഥാനമേറ്റത്. ഇദ്ദേഹത്തിന് 2025 വരെ ഉണ്ട് കേട്ടോ ഇദ്ദേഹത്തിന്റെ പരിധി. അപ്പൊ ഒന്ന് ഓർക്കുക, ഇപ്പോഴത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? രാജീവ് കുമാർ ആണ്. 2022 അദ്ദേഹം സ്ഥാനമേറ്റത്. രാജീവ് കുമാർ എത്രാമത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആണെന്ന് ചോദിച്ചാൽ 25ാമത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആണ്. ഇപ്പൊ ഇങ്ങനെയാണ് PSC ചോദിക്കുന്നത്. രാജീവ് കുമാർ എത്രാമത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആണെന്ന് ചോദിച്ചാൽ 25ാമത് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആണ്. 24ാമത് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആണ് സുശീൽ ചന്ദ്ര. പഠിച്ചോളുക. 24ാമത് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരെന്ന് ചോദിച്ചാൽ അത് സുശീൽ ചന്ദ്രയാണ്. ആരാണ്? സുശീൽ ചന്ദ്രയാണ്. ഇപ്പോഴത്തെ ഇലക്ഷൻ കമ്മീഷണർമാർ ആരൊക്കെയെന്ന് ചോദിച്ചാൽ ജ്ഞാനേഷ് കുമാറും അതുപോലെ തന്നെ സുഖബീർ സിംഗ് സന്ധുവുമാണ്. പഠിക്കുക. ഇപ്പോഴത്തെ 2 പ്രധാനപ്പെട്ട ഇലക്ഷൻ കമ്മീഷണർമാരില്ലേ സുഹൃത്തുക്കളെ, അവരാരൊക്കെയെന്ന് ചോദിച്ചാല് ജ്ഞാനേഷ് കുമാറും അതുപോലെ സുഖബീർ സിംഗ് സന്ധുവുമാണ്. അപ്പോ ഇവിടുന്ന് 3 പേരുകള് തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി നിങ്ങൾ പഠിച്ചു വെക്കുക. 1 രാജീവ് കുമാർ, 2 ജ്ഞാനേഷ് കുമാർ, 3 സുഖബീർ സിംഗ് സന്ധു. PSC ചോദിക്കുന്നത് താഴെ പറയുന്നവയിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ടിട്ടില്ലാത്ത വ്യക്തി എന്ന് ചോദിച്ചിട്ട് ഓപ്ഷനിൽ ഇവര് 3 പേരും തരും, 4ാമത് മറ്റേതെങ്കിലും വ്യക്തിയും തരും. അതുകൊണ്ട് ഇവര് 3 പേരെ നമ്മൾ പഠിച്ചു വെക്കുക. ഇപ്പോഴത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരെന്ന് ചോദിച്ചാൽ അത് രാജീവ് കുമാർ ആണ്. അതുപോലെ തന്നെ അവിടുത്തെ ഇലക്ഷൻ കമ്മീഷണർമാർ 2 പേരുണ്ട്. ആരൊക്കെയാണ്? ജ്ഞാനേഷ് കുമാറും അതുപോലെ സുഖബീർ സിംഗ് സന്ധുവും. ആരാണ്? സുഖബീർ സിംഗ് സന്ധുവും. പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളതാണ് അയിരുകളും സാന്ദ്രീകരണവും. ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ള മേഖലയാണ് അയിരുകളും സാന്ദ്രീകരണവും. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. നമ്മൾ അയിരുകളെ പറ്റി ഇവിടെ പറയുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ സാന്ദ്രീകരണം, അയിരുകളുടെ സാന്ദ്രീകരണം മാത്രമേ പറയുന്നുള്ളൂ. ബാക്കിയുള്ളത് നമുക്ക് വഴിയെ പഠിക്കാം. അപ്പൊ നമുക്ക് നോക്കാം അയിരുകളും സാന്ദ്രീകരണവും.
ഭൂവൽക്കത്തിൽ ക്രിയാശീലം കൂടിയ ലോഹങ്ങൾ അവയുടെ സംയുക്ത അവസ്ഥയിൽ കാണപ്പെടുന്നു. പഠിച്ചോളനെ, ഭൂവൽക്കത്തിലെ ക്രിയാശീലം കൂടിയ ലോഹങ്ങൾ അവയുടെ സംയുക്ത അവസ്ഥയിൽ കാണപ്പെടുന്നു. ക്രിയാശീലം വളരെ കുറഞ്ഞ ലോഹങ്ങൾ സ്വതന്ത്ര അവസ്ഥയിലായിരിക്കും കാണപ്പെടുന്നത്. ക്രിയാശീലം വളരെ കുറഞ്ഞ ലോഹങ്ങളാണെങ്കിൽ അത് സ്വതന്ത്ര അവസ്ഥയിലായിരിക്കും കാണപ്പെടുന്നത്. ക്രിയാശീലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല സുഹൃത്തുക്കളെ, ഈ മറ്റൊരു ലോഹവുമായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു കെമിക്കലുമായിട്ടോ റിയാക്ട് ചെയ്യാനുള്ള കഴിവ് കേട്ടോ. ഈ റിയാക്ട് ചെയ്യാനുള്ള കഴിവ് കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യും? അത്തരം ലോഹങ്ങള് മറ്റേതെങ്കിലുമൊക്കെ എന്റെ സംയുക്തങ്ങളായിട്ടായിരിക്കും കാണപ്പെടുന്നത്. എന്നാൽ ക്രിയാശീലം വളരെ കുറഞ്ഞ ലോഹങ്ങളാണ് സ്വതന്ത്ര അവസ്ഥയിൽ കാണപ്പെടുന്നത്. സ്വതന്ത്ര അവസ്ഥയിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ലോഹങ്ങൾ ചോദിച്ചാൽ അത് സ്വർണവും പ്ലാറ്റിനവുമാണ്. പഠിച്ചോളനെ, അല്ലെങ്കിൽ ക്രിയാശീലം ഏറ്റവും കുറഞ്ഞ ലോഹങ്ങളും അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പറയാം ഭൂവൽക്കത്തിൽ സ്വതന്ത്രാവസ്ഥയിൽ കാണപ്പെടുന്ന ലോഹങ്ങളെ എന്ന് ചോദിച്ചാൽ അത് സ്വർണവും പ്ലാറ്റിനവുമാണ്. പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളതാണ് എന്താണ് ധാതുക്കൾ എന്ന്. നമുക്ക് നോക്കാം എന്താ ധാതുക്കൾ എന്ന്. ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ലോഹ സംയുക്തങ്ങൾ പൊതുവെ ധാതുക്കൾ എന്നറിയപ്പെടുന്നു. ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ലോഹ സംയുക്തങ്ങൾ പൊതുവെ ധാതുക്കൾ എന്നറിയപ്പെടുന്നു. ഒരു ലോഹം അടങ്ങിയ അനേകം ധാതുക്കൾ കാണപ്പെടുന്നു. ഒരു ലോഹം തന്നെ അടങ്ങിയ അനേകം ധാതുക്കളും കാണപ്പെടുന്നു. അപ്പോൾ എന്താണ് ധാതുക്കൾ എന്ന് ചോദിച്ചാൽ ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ലോഹ സംയുക്തങ്ങൾ, ലോഹവും മറ്റേതെങ്കിലും ആയിട്ടൊക്കെ മിക്സ് ചെയ്ത് കുഴഞ്ഞു കിടക്കും കേട്ടോ, അതിനെ പറയുന്ന പേരാണ് ധാതുക്കൾ എന്ന്. ഒരു ലോഹത്തിന് ഒന്നിൽ കൂടുതൽ എന്താണ് ധാതുക്കൾ കാണും, അതായത് അനേകം ധാതുക്കൾ ഒരു ലോഹത്തിന് തന്നെ കാണുമെന്നാണ്. അതായത് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ഇരുമ്പിന്റെ കേസ് തന്നെ പറയാം. നമുക്ക് ഹെമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, അയൺ, പൈറിറ്റിക് ഇങ്ങനെയൊക്കെ പറഞ്ഞു ഒരുപാട് ധാതുക്കൾ ഉണ്ടല്ലേ. ഇവരെല്ലാം ആരുടേതാണ്? ഇരുമ്പിൻ്റെതാണ്. പക്ഷെ അവരുടെ സ്വഭാവവും ഘടനയൊക്കെ എന്ത് ചെയ്യും? മാറി മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഒരു ലോഹത്തിന് ഒരുപാട് ധാതുക്കൾ കാണപ്പെടും. ലോഹം വേർതിരിച്ചെടുക്കാൻ ഉപയോഗിക്കുന്ന ധാതുക്കൾക്ക് വേണ്ട പ്രത്യേകതകളാണ് പഠിക്കേണ്ടത്. സുലഭമായിരിക്കണം അത്തരം ധാതുക്കള്. ആ ധാതുക്കള് വളരെ ഈസി ആയിട്ട് നമുക്ക് കിട്ടണം, അല്ലെങ്കിൽ സുലഭമായിരിക്കണം ഭൂമിയിൽ. എളുപ്പത്തിലും ചിലവ് കുറഞ്ഞ രീതിയിലും ലോഹം വേർതിരിച്ചെടുക്കുവാൻ കഴിയണം. എളുപ്പത്തിലും ചിലവ് കുറഞ്ഞ രീതിയിലും ലോഹം ആ ധാതുവിൽ നിന്ന് വേർതിരിച്ചെടുക്കാൻ കഴിയണം. ലോഹത്തിന്റെ അംശം കൂടുതലായിരിക്കണം ആ ധാതുവിൽ. ചുമ്മാ പറ്റില്ല, ലോഹത്തിന്റെ അംശം കൂടുതലായിരിക്കണം ആ ധാതുവിൽ. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ലോഹം വേർതിരിച്ചെടുക്കാൻ ഉപയോഗിക്കുന്ന ധാതുക്കൾക്ക് വേണ്ട പ്രത്യേകത സുലഭമായിരിക്കണം അത്തരം ധാതുക്കള്. എളുപ്പത്തിലും ചിലവ് കുറഞ്ഞ രീതിയിലും ലോഹം വേർതിരിച്ചെടുക്കാൻ കഴിയണം അതിൽ നിന്നും, അതായത് ഈ പറഞ്ഞിരിക്കുന്ന ധാതുക്കളിൽ നിന്നും. ലോഹത്തിന്റെ അംശം കൂടുതലായിരിക്കണം ധാതുക്കളിൽ. ഇത്രയും ഭാഗം സുഹൃത്തുക്കളെ പഠിക്കുക. അടുത്തതായി നമുക്ക് നോക്കാനുള്ളതാണ് എന്താണ് അയിരെന്ന്. എന്താ സുഹൃത്തുക്കളെ അയിരെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ധാതുവിൽ നിന്നും എളുപ്പത്തിൽ വേഗത്തിലും ചിലവ് കുറഞ്ഞ രീതിയിലും ലോഹം വേർതിരിച്ചെടുക്കാൻ കഴിയുന്നുവെങ്കിൽ അതിനെ ആ ലോഹത്തിന്റെ അയിര് എന്ന് വിളിക്കാം. അപ്പോൾ എന്താണ് അയിരെന്ന് ചോദിച്ചാല് ധാതുവിൽ നിന്ന് എളുപ്പത്തിലും വേഗത്തിലും ചിലവ് കുറഞ്ഞ രീതിയിലും ഒരു ലോഹം വേർതിരിച്ചെടുക്കാൻ കഴിയുന്നുവെന്ന് കരുതുക. അങ്ങനെയെങ്കിൽ ആ ധാതുവിനെ ഏത് ലോഹമാണോ നമ്മൾ വേർതിരിച്ചെടുത്തത് ആ ലോഹത്തിന്റെ അയിര് എന്ന് നമുക്ക് വിളിക്കാം. ലോഹവും പ്രധാനപ്പെട്ട അയിരുകളുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് നമ്മുടെ 10ാം ക്ലാസ് SCERT ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്നതാണ്, പഠിക്കാതെ പോവരുത്. ഇതിൽ കിടക്കുന്ന ലോഹങ്ങളും അതിന്റെ അയിരുകളുമാണ് ഇത്രയും നാളായിട്ടും PSC പ്രീവിയസ് ആയി ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ലോഹങ്ങളും അതിന്റെ അയിരുകളും മാത്രമല്ല നമ്മൾ ഇനി പഠിക്കാനുള്ളത്, അതിന്റെ രാസസൂത്രം കൂടി നമ്മൾ പഠിച്ചു വെക്കണം. ഇങ്ങനെ ആയിരിക്കും ഇനി PSCയുടെ ചോദ്യം വരുന്നത്. രാസസൂത്രമായിരിക്കും എടുത്ത് ചോദിക്കുന്നത്. +2 ലെവൽ ഓൾറെഡി പണ്ട് മുതലേ ചോദിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അത് 10ാം ക്ലാസ്സിലെ ക്വസ്റ്റ്യനുകളിലും വന്നു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അതുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടതുണ്ട്. നമുക്ക് ആദ്യത്തെ ലോഹത്തിലേക്ക് കടക്കാം, അലൂമിനിയം. അലൂമിനിയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അയിരാണ് ബോക്സൈറ്റ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന അയിരാണ് അലൂമിനിയത്തിന്റെ അയിരാണ് ബോക്സൈറ്റ്. അലുമിനിയത്തിന്റെ അയിരായ ബോക്സൈറ്റിന്റെ രാസസൂത്രം പഠിക്കുക. Al2O3 2H2O. ഈ 2H2O PSC കൊണ്ടിട്ട് കുരുക്കുന്നത് കേട്ടോ. Al2O3 2H2O ആണ് ബോക്സൈറ്റിന്റെ രാസസൂത്രം എന്ന് പറയുന്നത്. പഠിക്കുക. അയൺ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെത് 2 പ്രധാനപ്പെട്ട അയിരുകളുണ്ട്. ഒന്ന് ഹെമറ്റൈറ്റും ഒന്ന് മാഗ്നറ്റൈറ്റും. ഒന്ന് ഹെമറ്റൈറ്റും മറ്റൊന്ന് മാഗ്നറ്റൈറ്റും. എന്താണ് ഇവരുടെ പ്രത്യേകത നമുക്കൊന്ന് നോക്കാം. രാസസൂത്ര പ്രകാരം ഹെമറ്റൈറ്റ് Fe2O3 ആണ്. രാസസൂത്ര പ്രകാരം ഹെമറ്റൈറ്റ് ആണെങ്കിൽ അത് Fe2O3യും മാഗ്നറ്റൈറ്റ് ആണെങ്കിൽ അത് Fe3O4ഉമാണ്. വ്യത്യാസം മനസ്സിലാക്കി പഠിച്ചോളണേ. ഇരുമ്പിന്റെ പ്രധാനപ്പെട്ട അയിരുകളാണ് ഹെമറ്റൈറ്റും മാഗ്നറ്റൈറ്റും. ഇതിൽ ഹെമറ്റൈറ്റ് Fe2O3 ആണ്. ഓക്സിജൻ 3 ആണ്. Fe2O3 ആണ് ഹെമറ്റൈറ്റ്. മാഗ്നറ്റൈറ്റ് ആണെങ്കിൽ അത് Fe3O4 ആണ്. Fe3O4 ആണ്. ഹെമറ്റൈറ്റ് ആണെങ്കിൽ 5 എന്ന് ആലോചിക്കുക, മാഗ്നറ്റൈറ്റ് ആണെങ്കിൽ 7 എന്ന് നമ്മൾ ആലോചിച്ച് വെച്ചേക്കുക. അപ്പൊ സുഹൃത്തുക്കളെ ഡൗട്ട് വരൂല.
ഹെമറ്റൈറ്റിലെ താഴെയുള്ള ഇരുമ്പിന്റെ ഓക്സിജന്റെ എണ്ണം തമ്മിൽ കൂട്ടിയാൽ എത്ര കിട്ടണം? 5 കിട്ടണം. മാഗ്നറ്റൈറ്റിലാണെങ്കിൽ എത്രയാണ്? ഇരുമ്പിന്റെയും ഓക്സിജന്റെ എണ്ണം കൂട്ടിയാൽ എത്ര കിട്ടണം? 7 കിട്ടണം. ഒന്ന് പഠിച്ചു വെക്കാൻ വേണ്ടി കോഡ് രൂപത്തിൽ പറഞ്ഞതേ ഉള്ളൂ. ഇങ്ങനെയല്ല സുഹൃത്തുക്കൾ പഠിക്കുക. ഇരുമ്പിന്റെ പ്രധാനപ്പെട്ട അയിരുകൾ ചോദിച്ചാൽ ഹെമറ്റൈറ്റും മാഗ്നറ്റൈറ്റും. ഹെമറ്റൈറ്റ് എന്ന് പറയുന്നത് Fe2O3 ആണ്. മാഗ്നറ്റൈറ്റ് എന്ന് വെച്ചാൽ Fe3O4 ആണ്. പഠിക്കുക. കോപ്പർ അഥവാ നമ്മുടെ ചെമ്പിന്റെ അയിരുകളാണ് കോപ്പർ പൈററ്റിസ്. കോപ്പർ പൈററ്റിസ് ഓപ്ഷനകത്ത് പേരിൽ തന്നെ കോപ്പർ ഉള്ളതുകൊണ്ട് PSC ഇതുവരെ ചോദിച്ചിട്ടില്ല. പക്ഷേ കുപ്രൈറ്റ് PSC ഏറ്റവും കൂടുതൽ പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ള കോപ്പറിന്റെ അല്ലെങ്കിൽ ചെമ്പിന്റെ അയിര് ഏതാ സുഹൃത്തുക്കളെ? കുപ്രൈറ്റ് ആണ്. മറ്റേ ചോദിക്കാത്തതിന്റെ കാര്യം എന്താണ്? ഓപ്ഷനിൽ തന്നെ പേര് തന്നെ കോപ്പർ പൈററ്റിസ് എന്ന് കിടക്കുന്നതുകൊണ്ടാണ് ചോദിക്കാത്തത്. ഇതിൽ കോപ്പർ പൈററ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് CuFeS2 ആണ്. CuFeS2 ആണ്. അതായത് ഇരുമ്പുമായിട്ടൊക്കെ മിക്സ് ചെയ്താണ് കിടക്കുന്ന കേട്ടോ. കോപ്പറും ഇരുമ്പും സൾഫറും കൂടെ ചേർന്ന രൂപമാണ് കോപ്പർ പൈററ്റിസ് എന്ന് പറയുന്നത്. CuFeS2 ആണ്. എന്നാൽ കുപ്രൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് Cu2O ആണ്. അഥവാ കുപ്രൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ രാസസൂത്രം എന്ന് പറയുന്നത് Cu2O ആണ്. Cu2O ആണ്. അപ്പൊ അതിൽ നിന്ന് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ കോപ്പർ അല്ലെങ്കിൽ ചെമ്പിന് നമുക്ക് വേർതിരിച്ചെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് PSC എപ്പോഴും എന്താണ് കുപ്രൈറ്റ് തന്നെ കോപ്പറിന്റെ പ്രധാനപ്പെട്ട അയിരായിട്ട് ചോദിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതും ഒരു കാരണമാണ്. അപ്പൊ ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, കോപ്പർ അല്ലെങ്കിൽ ചെമ്പിന്റെ അയിര എന്ന് ചോദിച്ചാൽ അത് കോപ്പർ പൈററ്റിസും അതുപോലെ കുപ്രൈറ്റുമാണ്. കോപ്പർ പൈററ്റിസ് ഒരു കാരണവശാലും PSC ചോദിക്കില്ല. ചോദിക്കുന്നെങ്കിൽ രാസസൂത്രം മാത്രമേ ചോദിക്കുകയുള്ളൂ. കോപ്പർ പൈററ്റിസിന്റെ രാസസൂത്രം എന്താണ്? CuFeS2 ആണ്. അതായത് കോപ്പറും ഇരുമ്പും അതിനോടൊപ്പം തന്നെ സൾഫറും ചേർന്ന ഒരു രൂപാന്തരമായിട്ടാണ് കോപ്പർ പൈററ്റിസ് കാണപ്പെടുന്നത്. ഇനി കുപ്രൈറ്റ് ആണ് കോപ്പറിന്റെ അല്ലെങ്കിൽ ചെമ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അയിര്. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളതാണ് സിങ്ക്. ഏതാണ്? സിങ്ക്. സിങ്കിന്റെ പ്രധാനപ്പെട്ട അയിരുകളാണ് സിങ്ക് ബ്ലെൻഡും അതുപോലെ തന്നെ കലാമിനും. സിങ്ക് ബ്ലെൻഡും അതുപോലെ കലാമിനും. സിങ്ക് ബ്ലെൻഡിനകത്ത് തന്നെ സിങ്ക് ഉള്ളതുകൊണ്ട് PSC അധികം ചോദിച്ചിട്ടില്ല. പക്ഷേ കലാമിൻ പക്ക PSC പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഇത് രണ്ടും നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അപ്പോ ലോഹം ഏതെന്ന് ചോദിച്ചാൽ സിങ്ക്. സിങ്കിന്റെ അയിര് ഏതാണ്? സിങ്ക് ബ്ലെൻഡും കലാമിനും. ഇനി സിങ്ക് ബ്ലെൻഡിന്റെ രാസസൂത്രം ചോദിച്ചു കഴിഞ്ഞാൽ അത് ZnS ആണ്. അല്ലെങ്കിൽ സിങ്കും സൾഫറും ചേർന്ന ഒരു കോമ്പിനേഷൻ ആയിട്ടാണ് സിങ്ക് ബ്ലെൻഡ് കാണപ്പെടുന്നത്. സിങ്കും സൾഫറും കൂടെ ചേർന്നിട്ട് ഒരു കോമ്പിനേഷൻ ആയിട്ടാണ് ആര് കാണപ്പെടുന്നത്? സിങ്ക് ബ്ലെൻഡ് കാണപ്പെടുന്നത്. ഇനി കലാമിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ZnCO3 അഥവാ സിങ്ക് കാർബണേറ്റ് ആണ് കേട്ടോ. ZnCO3 ആണ് ആരെന്ന് പറയുന്നത്? കലാമിൻ എന്ന് പറയുന്നത്. അപ്പോൾ സുഹൃത്തുക്കൾ ഈ പോയിന്റ് വ്യക്തമായിട്ട് പഠിക്കുക. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. ഇത്രയും ലോഹങ്ങളും അതുമായി ബന്ധപ്പെട്ട അയിരുകളും അതിന്റെ രാസസൂത്രവും പഠിച്ചതിന് ശേഷം മാത്രമേ വേറെ ഏതെങ്കിലും ഒരു ലോകവും അതിന്റെ അയിരും പഠിക്കാവൂ. ഇത്രയും PSC സ്ഥിരം പ്രീവിയസ് ആയി ചോദിക്കുന്നതാണ്. എക്സാം എളുപ്പമാണെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തു നിന്നൊക്കെ നല്ല ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളതാണ് അയിരുകളുടെ സാന്ദ്രണം. നമുക്ക് നോക്കാം അയിരുകളുടെ സാന്ദ്രണം എന്താണെന്ന്. ഭൂവൽക്കത്തിൽ നിന്ന് ലഭിക്കുന്ന അയിരിൽ അടങ്ങിയിരിക്കുന്ന അപദ്രവ്യങ്ങളെ നീക്കം ചെയ്യുന്ന പ്രക്രിയയാണ് അയിരിന്റെ സാന്ദ്രണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അയിരിന്റെ സാന്ദ്രണം എന്തെന്ന് ചോദിച്ചാൽ ഭൂവൽക്കത്തിൽ നിന്ന് ലഭിക്കുന്ന അയിരിൽ അടങ്ങിയിരിക്കുന്ന അപദ്രവ്യങ്ങളെ നീക്കം ചെയ്യുന്ന പ്രക്രിയയാണ് അയിരിന്റെ സാന്ദ്രണം എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട അയിരിന്റെ സാന്ദ്രണ രീതികൾ എന്തൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം. ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ. ആദ്യം ചെയ്യുന്നത് എന്താണ്? ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ. അപദ്രവ്യത്തിന്റെ സാന്ദ്രത കുറഞ്ഞതും അയിരിന്റെ സാന്ദ്രത കൂടിയതുമാകുമ്പോൾ ഭാരം കുറഞ്ഞ അപദ്രവ്യങ്ങളെ ജലപ്രവാഹത്തിൽ കഴുകി മാറ്റാൻ കഴിയുന്നു. ഒന്നുകൂടി പറയാം. ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ എന്ന് പറഞ്ഞാൽ ചിത്രത്തിൽ കണ്ടോ സുഹൃത്തുക്കളെ? അപദ്രവ്യങ്ങളുടെ സാന്ദ്രത വളരെ കുറവായിരിക്കും. ആരെക്കാളും സാന്ദ്രത കുറവായിരിക്കും സുഹൃത്തുക്കളെ? നമ്മുടെ അയിരിനെക്കാളും സാന്ദ്രത കുറവായിരിക്കും. ഇങ്ങനെയുള്ള സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ പൊടിച്ച അയിരിനെ വലിയൊരു ടാങ്കിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അടിയിൽ നിന്ന് എന്ത് ചെയ്യും? ജലം ശക്തമായിട്ട് മുകളിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? ചീറ്റും. ഈ സമയത്ത് എന്താണ്? സാന്ദ്രത കുറവുള്ള അയിരിൽ അടങ്ങിയിരിക്കുന്ന അപദ്രവ്യങ്ങൾ എന്ത് ചെയ്യും? ജലത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കുകയും അതൊരു വശത്തൂടി നമ്മൾ എന്ത് ചെയ്യും? കളക്ട് ചെയ്യുകയും ചെയ്യും കേട്ടോ. അതിനുശേഷം സാന്ദ്രത കൂടിയ ആരാണ്? അയിരെന്ന് പറയുന്നത് ജലത്തിന്റെ അടിഭാഗത്ത് വന്ന് കിടക്കുകയും ഇതിന് നമ്മൾ മറ്റൊരു പൈപ്പ് ഉപയോഗിച്ച് എന്ത് ചെയ്യും? പുറത്തേക്ക് എടുക്കുകയും ചെയ്യും. ഇത്രയേ ഉള്ളൂ കേട്ടോ ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. അതായത് വേറെ ഒന്നുമില്ല. സാന്ദ്രത അയിരിനെക്കാളും കുറഞ്ഞിട്ടുള്ള അപദ്രവ്യങ്ങളാണെങ്കിൽ വെള്ളം കോരി ഒഴിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ആ അപദ്രവ്യങ്ങൾ പൊങ്ങിക്കിടക്കും. ആ ദ്രവ്യങ്ങൾ എന്ത് ചെയ്യും? നമ്മൾ അപദ്രവ്യങ്ങൾ നമ്മളങ്ങ് കോരിക്കളയുകയും ചെയ്യും. അതോടുകൂടി ഏറ്റവും അടിത്തട്ടിൽ നല്ല വൃത്തിയുള്ള എന്താണ് നമ്മുടെ
അയിരിന് നമുക്ക് ലഭിക്കുകയും ചെയ്യും. പഠിക്കുക. ഇത് പ്രധാനമായും ചെയ്യുന്നത് ഓക്സൈഡ് അയിരുകളുടെ സാന്ദ്രീകരണവും അതുപോലെ തന്നെ സ്വർണത്തിന്റെ അയിരുകളുടെ സാന്ദ്രീകരണവുമാണ്. സ്വർണം ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഒരുപാട് നമ്മൾ യൂട്യൂബിൽ കണ്ടു കാണും. അപ്പോൾ ഒരു പ്രത്യേകതരം പാത്രത്തിനകത്ത് ഈ സ്വർണം അടങ്ങിയ മണൽ അവർ നിക്ഷേപിച്ചതിന് ശേഷം ഇങ്ങനെ കറക്കി 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 സ്വർണത്തിന് സാന്ദ്രത കൂടിയുണ്ട് എപ്പോഴും സ്വർണ്ണം അടിയിലായിരിക്കും. പക്ഷെ ചെളിയും അല്ലെങ്കിൽ അതിനകത്തുള്ള മണലും ഒക്കെ എന്താണ് എപ്പോഴും സാന്ദ്രത സ്വർണത്തെ അപേക്ഷിച്ച് കുറവായോണ്ട് നമ്മളിങ്ങനെ കറക്കി കഴിയുമ്പോൾ ആ വെള്ളത്തിനോടൊപ്പം എന്ത് ചെയ്യും, പുറത്തു പോവുകയും ചെയ്യും. അവസാനം സ്വർണത്തിന്റെ തരി മാത്രം അവശേഷിക്കുകയും ചെയ്യും. ഇതാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ഓക്സൈഡ് അയിരുകളുടെ സാന്ദ്രണവും അതുപോലെ സ്വർണത്തിന്റെ അയിരുകളുടെ സാന്ദ്രണവും ചെയ്യുന്നത് ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കലാണ്. പഠിക്കുക. രണ്ടാമത്തതാണ് പ്ലവന പ്രക്രിയ. എന്താണ് പ്ലവന പ്രക്രിയ എന്ന് നോക്കാം. അപദ്രവ്യത്തിന് സാന്ദ്രത കൂടുതലും അയിരിന് സാന്ദ്രത കുറഞ്ഞതുമാകുമ്പോൾ പ്ലവന പ്രക്രിയ ഉപയോഗിച്ച് അയിരിനെ സാന്ദ്രീകരിക്കാൻ കഴിയുന്നു. എന്താ പറഞ്ഞത്? നേരത്തെ നമ്മൾ പറഞ്ഞത് അപദ്രവ്യത്തിന് സാന്ദ്രത കുറവാണെന്നാണ്. ഇവിടെ നേരെ തിരിച്ചു വരുന്ന ഒരു പരിപാടിയാണ്. അപദ്രവ്യത്തിന് എന്ത് ചെയ്യുന്നു, സാന്ദ്രത കൂടുതലും അയിരിന് സാന്ദ്രത കുറഞ്ഞതുമാകുമ്പോൾ പ്ലവന പ്രക്രിയ ഉപയോഗിച്ച് അയിരിനെ സാന്ദ്രീകരിക്കാൻ കഴിയുന്നു. ഉദാഹരണമായിട്ട് പറഞ്ഞാല് സൾഫൈഡ് അയിരിനാണ് ഈ മാർഗം കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. സൾഫൈഡ് അയിരിനാണ് പ്ലവന പ്രക്രിയ ഉപയോഗിക്കുന്നത്. ഒന്നുമില്ല സുഹൃത്തുക്കളെ, അയിരും കുറച്ച് പൈൻ ഓയിലും അതുപോലെ ജലവും കൂടെ മിക്സ് ചെയ്യുന്നെന്ന് കരുതുക. അയിരും പൈൻ ഓയിലും ജലവും കൂടെ മിക്സ് ചെയ്യുന്നുണ്ടോ? ഇതൊരു മിക്സറാണ്. ഇവിടെ ഒരു കറങ്ങുന്ന പാഡിലുണ്ട്, അല്ലെങ്കിൽ ആ കറങ്ങാൻ സഹായിക്കുന്ന ഒരു പാഡിലുണ്ട്. അതുപോലെ താഴെ ഒരു സ്റ്റിററുണ്ട്. സ്റ്റിറർ എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു വസ്തു. അപ്പൊ ഈ സ്റ്റിറർ വെച്ച് ഇങ്ങനെ കലക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പൈൻ ഓയിലിന് എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ ഈ പൈൻ ഓയിൽ ജലത്തിന്റെ മുകളിലേക്ക് എന്ത് ചെയ്യും, കലങ്ങിയിട്ട് പൊങ്ങി വരികയും അവിടെ എന്ത് ചെയ്യും, പത രൂപപ്പെടുകയും ചെയ്യും. സ്വാഭാവികമായിട്ടും അയിരിനകത്ത് ആരുണ്ട് സുഹൃത്തുക്കളെ? അപദ്രവ്യം ഉണ്ടല്ലോ. ഈ അപദ്രവ്യത്തിന് സാന്ദ്രത കൂടുതലായോണ്ട് ഈ അപദ്രവ്യം നേരെ എവിടെ പോകും? ഈ ടാങ്കിന്റെ ഈ സ്റ്റിററിന്റെ അടുത്തായിട്ട് പോയി എന്ത് ചെയ്യും, കിടക്കും. സ്റ്റിററിന്റെ അടുത്തായിട്ട് പോയി കിടക്കും. എന്നാൽ സാന്ദ്രത കുറഞ്ഞ നമ്മുടെ അയിരുണ്ടല്ലോ, അവൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഈ പൈൻ ഓയിലിന്റെ പതയിലുടങ്ങി മേളിലോട്ട് പൊങ്ങി വരും കേട്ടോ. ഈ പത നമ്മൾ എടുത്ത് ശുദ്ധീകരിച്ചു കഴിഞ്ഞാൽ നല്ല ശുദ്ധമായിട്ടുള്ള അയിര് നമുക്ക് ലഭിക്കുന്നതാണ്. ഇതിനെയാണ് പ്ലവന പ്രക്രിയ എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആണ്. ഒന്നുകൂടെ പറഞ്ഞുതരാം സുഹൃത്തുക്കളെ, കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ഒരു പാത്രത്തിനകത്ത് നമ്മൾ കുറച്ച് പൈൻ ഓയിലും ജലവും അതിനോടൊപ്പം നമുക്ക് എന്താണോ പ്ലവന പ്രക്രിയ ചെയ്യാനുള്ളത് അതിനുള്ള അയിരും കൂടെ ഇട്ടിട്ട് നല്ലതുപോലെ കലക്കുവാണെന്ന് കരുതുക. സ്വാഭാവികമായിട്ടും കുറച്ച് സമയം കഴിയുമ്പോൾ അപദ്രവ്യത്തിന് സാന്ദ്രത കൂടുതലായതുകൊണ്ട് അതെന്ത് ചെയ്യും, ജലത്തിന്റെ അടിത്തട്ടിലേക്ക് പോകും. സാന്ദ്രത കുറഞ്ഞിട്ടുള്ള നമ്മുടെ അയിര് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഈ പൈൻ ഓയിലുമായിട്ട് ജലം മിക്സ് ചെയ്യുന്ന സമയത്ത് പതയുണ്ടാവുകയും ഈ പതയോടൊപ്പം എന്ത് ചെയ്യും, മുകളിൽ വന്ന് ഇങ്ങനെ കെട്ടിക്കിടക്കുകയും ചെയ്യും. അപ്പൊ ഈ പതയെ നമ്മൾ ശേഖരിച്ചിട്ട് വൃത്തിയാക്കി എടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അവിടെ നമുക്ക് ശുദ്ധീകരിച്ച അയിര് ലഭിക്കുകയും ചെയ്യും. ഈ പ്രക്രിയ പ്രധാനമായിട്ടും ചെയ്യുന്നത് സൾഫൈഡ് അയിരുകൾക്ക് വേണ്ടിയിട്ടാണ്. പ്രധാനമായിട്ടും ചെയ്യുന്നത് ആർക്കാണ്? സൾഫൈഡ് അയിരുകൾക്കാണ്. പ്ലവന പ്രക്രിയയ്ക്ക് ഉപയോഗിക്കുന്ന ഓയിൽ എന്ന് ചോദിച്ചാൽ പൈൻ ഓയിൽ. പഠിച്ചു വെച്ചേക്കുക, ഏതാണ് പൈൻ ഓയിൽ എന്നങ്ങ് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. ഇത്രയും ഭാഗം സുഹൃത്തുക്കളെ പഠിക്കുക. അടുത്തതാണ് കാന്തിക വിഭജനം. PSC ഒരുപാട് തവണ പ്രീവിയസ് ആയി ചോദിച്ചതാണ്, പഠിച്ചോളേ. കാന്തിക വിഭജനം. അയിരിനോ അപദ്രവ്യത്തിനോ ഏതെങ്കിലും ഒന്നിന് കാന്തിക സ്വഭാവമുണ്ട് എങ്കിൽ സാന്ദ്രണം ചെയ്യാൻ ഉപയോഗിക്കുന്ന മാർഗമാണ് കാന്തിക വിഭജനം. എന്താണ്? അയിരിനോ അപദ്രവ്യത്തിനോ ഏതെങ്കിലും ഒന്നിന് എന്ത് വേണം, കാന്തിക സ്വഭാവം വേണം. അങ്ങനെയാണെങ്കിൽ അതിന് നമ്മൾ സാന്ദ്രണം ചെയ്യുന്ന രീതിയാണ് കാന്തിക വിഭജനം എന്ന് പറയുന്നത്. കാന്തിക വിഭജനം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല സുഹൃത്തുക്കളെ, കാന്തമുള്ള ഒരു റോളർ അല്ലെങ്കിൽ കാന്തികമായിട്ടുള്ള ഒരു റോളറാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഭാഗം. ആ റോളറിനെ മറ്റൊരു റോളർ വഴി ബെൽറ്റ് ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു, കറക്കുന്നു എന്ന് കരുതുക. ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ. ചിത്രത്തിലേക്ക് സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക. ഇങ്ങനെ എന്ത് ചെയ്യുന്നു, ഈ റോളർ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ റോളർ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിന്റെ ഒരറ്റത്ത് നിന്ന് അയിരിനെ എന്ത് ചെയ്യുന്നു, നിക്ഷേപിക്കുന്നു. ഈ അയിരിനെ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, ആ അയിര ബെൽറ്റ് കൂടെ ഇങ്ങനെ ഉരുണ്ടുരുണ്ട് വരും അല്ലെ. ഉരുണ്ടുരുണ്ട് വന്ന് ഈ കാന്തിക സ്വഭാവമുള്ള റോളറിന്റെ അടുത്ത് എത്തുമ്പോൾ കാന്തിക സ്വഭാവമുള്ള വസ്തുക്കൾ എന്ത് ചെയ്യും, ഈ റോളർ എന്ത് ചെയ്യും, അങ്ങ് വലിച്ചെടുക്കും അല്ലെ, വലിച്ചു പിടിക്കും അല്ലെ. കാന്തിക സ്വഭാവമുള്ള വസ്തുക്കളെ ഈ റോളർ എന്ത് ചെയ്യും, വലിച്ചു പിടിക്കുകയും കാന്തിക സ്വഭാവം ഇല്ലാത്ത വസ്തുക്കൾ എന്ത് ചെയ്യും, പുറന്തള്ളുകയും ചെയ്യും. സ്വാഭാവികമായിട്ടും കാന്തികത ഉള്ള വസ്തുക്കൾ ഈ റോളറിന്റെ അടുത്ത് ശേഖരിക്കുകയും കാന്തിക സ്വഭാവം ഇല്ലാത്ത ഈ പറഞ്ഞിരിക്കുന്ന അപദ്രവ്യങ്ങൾ എന്ത് ചെയ്യും, ഈ റോളറിൽ നിന്ന് അല്പം ദൂരെയായിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, തെറിച്ച് അവിടെയായിരിക്കും ശേഖരിക്കപ്പെടുന്നത്. അതോട് കൂടിയിട്ട് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന കാന്തിക സ്വഭാവമുള്ള അയിരിനെയോ ഇല്ലെങ്കിൽ ഇനി കാന്തിക സ്വഭാവമുള്ള അപദ്രവ്യത്തിനെയോ നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ വേർതിരിച്ചെടുക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ കാന്തിക വിഭജനം എന്ന് പറഞ്ഞാൽ സുഹൃത്തുക്കൾ പഠിക്കുക. കാന്തിക വിഭജനത്തിന്റെ പ്രധാന ഉദാഹരണം ചോദിച്ചു കഴിഞ്ഞാല് ഇരുമ്പിന്റെ അയിരായ മാഗ്നറ്റൈറ്റിൽ നിന്നും അപദ്രവ്യങ്ങളെ നീക്കം ചെയ്യുന്നത് കാന്തിക വിഭജനത്തിലൂടെയാണ്. പഠിച്ചോളെ, ഇരുമ്പിന്റെ അയിരായ മാഗ്നറ്റൈറ്റിൽ നിന്നും
അപദ്രവ്യങ്ങളെ നീക്കം ചെയ്യുന്നത് കാന്തിക വിഭജനം വഴിയാണ്. ടിന്നിന്റെ അയിരായ ടിൻ സ്റ്റോണിൽ നിന്നും, ടിൻ സ്റ്റോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ SnO2 ആണ് കേട്ടോ, ടിൻ സ്റ്റോണിൽ നിന്നും അപദ്രവ്യമായ അയൺ ടങ്സ്റ്റനെ വേർതിരിക്കുന്ന രീതി കാന്തിക വിഭജനമാണ്. ഇവിടെ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, ഇവിടെ അയൺ ടങ്സ്റ്റൻ എന്ന് പറയുന്നത് ഒരു അപദ്രവ്യമാണ്. ആരെ വെച്ച് നോക്കുമ്പോൾ? ടിന്നിനെ വെച്ച് നോക്കുമ്പോൾ. അപ്പൊ നമുക്ക് വേണ്ടത് ആരാണ്? ടിൻ സ്റ്റോണിനെയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഈ പൊടിച്ച ടിൻ സ്റ്റോണിനെ എന്ത് ചെയ്യും? ഈ മെഷീനിലൂടെ അല്ലെങ്കിൽ ഈ റോളറിലൂടെ കടത്തിവിടും. സ്വാഭാവികമായിട്ടും ഇരുമ്പെന്ന് പറയുന്നത് കാന്തികതയുള്ള ഒരു ലോഹമാണ്. അതുകൊണ്ട് തന്നെ ഈ അയൺ അടങ്ങിയിട്ടുള്ള ടങ്സ്റ്റൻ എന്ത് ചെയ്യും? നേരെ ഈ റോളറിന്റെ അടുത്ത് വീഴുകയും ആ പ്യുവർ ആയിട്ടുള്ള നമ്മുടെ ടിൻ സ്റ്റോൺ എന്ത് ചെയ്യും? കുറച്ച് അപ്പുറത്തായിട്ട് നിക്ഷേപിക്കപ്പെടുകയും ചെയ്യും. നമുക്ക് ഈസി ആയിട്ട് അവരെ സെപ്പറേറ്റ് ചെയ്യാനും പറ്റും. പഠിക്കുക. അടുത്തതാണ് ലീച്ചിങ്. എന്താ സുഹൃത്തുക്കളെ ലീച്ചിങ്? കുഞ്ഞു ക്ലാസ് പോലെ നമ്മൾ പഠിക്കുന്നതാണ് ലീച്ചിങ്. അനുയോജ്യമായ ലായനിയിൽ അയിര് ചേർക്കുമ്പോൾ അത് രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് ലയിക്കുന്നു. ഒന്നാമത്തെ പോയിന്റ് എന്താണ്? അനുയോജ്യമായ ലായനിയിലെ അയിര് ചേർക്കുമ്പോൾ അത് രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് ലയിക്കുന്നു. ലയിക്കാത്ത അപദ്രവ്യങ്ങളെ അരിച്ചു മാറ്റുന്നു. ലയിക്കാത്ത അപദ്രവ്യങ്ങൾ എന്ത് ചെയ്യുന്നു? അരിച്ചു മാറ്റുന്നു. അരിച്ചു കിട്ടിയ ലായനിയിൽ നിന്നും രാസപ്രവർത്തന പ്രക്രിയയിലൂടെ ശുദ്ധമായ അയിരിനെ വീണ്ടും വേർതിരിച്ചെടുക്കുകയും ചെയ്യുന്നു. ഇതിനെ അറിയപ്പെടുന്ന പേരാണ് ലീച്ചിങ്. അപ്പോൾ എന്താ ലീച്ചിങ് എന്ന് ചോദിച്ചാൽ, അനുയോജ്യമായ ഒരു ലായനിയിൽ അയിര് ചേർക്കുമ്പോൾ രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് എന്ത് ചെയ്യും? അയിര് ലയിക്കുന്നു. എന്നാൽ അവിടെ അയിരിൽ അടങ്ങിയിരിക്കുന്ന അപദ്രവ്യങ്ങൾ ലയിക്കുവോ? അയിരിൽ അടങ്ങിയിരിക്കുന്ന അപദ്രവ്യങ്ങൾ ലയിക്കില്ല. ഇങ്ങനെ അരിച്ചു കിട്ടിയ ലായനി അല്ലെങ്കിൽ ഈ അപദ്രവ്യങ്ങൾ നമ്മൾ അരിച്ചു മാറ്റി കിട്ടുന്ന ലായനിയിൽ പിന്നെയും രാസപ്രവർത്തന പ്രക്രിയയിലൂടെ കടത്തിവിടുകയും ശുദ്ധമായ അരിനെ നമ്മൾ വേർതിരിച്ചെടുക്കുകയും ചെയ്യുന്നു. ഉദാഹരണമായിട്ട് പറഞ്ഞാല് അലുമിനിയത്തിന്റെ അയിരായ ബോക്സൈറ്റ് ഈ രീതിയിലാണ് സാന്ദ്രണം ചെയ്യുന്നത്. ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. ബോക്സൈറ്റിന്റെ അല്ലെങ്കിൽ അലുമിനിയത്തിന്റെ സാന്ദ്രണ രീതി എന്ന് ചോദിച്ചാൽ ലീച്ചിങ് ആണ്. പഠിക്കുക. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നതാണ് ബാക്ടീരിയ രോഗങ്ങൾ. എന്താണ്? ബാക്ടീരിയ രോഗങ്ങളെ പറ്റിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. PSC ഒരുപാട് തവണ പ്രീവിയസ് ആയി ചോദിച്ച ഒരുപാട് ചോദ്യങ്ങൾ ഇതിനകത്തുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കൾ വ്യക്തമായി ശ്രദ്ധിച്ചിരിക്കുക. നമുക്ക് നോക്കാം ബാക്ടീരിയൽ രോഗം. ആദ്യമായി നമുക്ക് പഠിക്കാനുള്ള ബാക്ടീരിയ രോഗമാണ് എലിപ്പനി. എന്തിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്? എലിപ്പനിയെ പറ്റിയാണ്. എലിപ്പനിക്ക് കാരണമായ ബാക്ടീരിയയാണ് ലെപ്റ്റോസ്പൈറ. എലിപ്പനി ഉണ്ടാക്കുന്ന ബാക്ടീരിയ ഏതാ സുഹൃത്തുക്കളെ? ലെപ്റ്റോസ്പൈറയാണ്. PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ. നമ്മൾ ആരംഭിച്ചതേ പ്രീവിയസ് ക്വസ്റ്റ്യൻ എന്നാണ്. എലിപ്പനിക്ക് കാരണമായ ബാക്ടീരിയ ലെപ്റ്റോസ്പൈറയാണ്. എലികളുടെയും നായ്ക്കളുടെയും മറ്റു ചില ജീവികളുടെയും മൂത്രത്തിലൂടെ പുറത്തെത്തുന്ന ബാക്ടീരിയ കെട്ടിക്കിടക്കുന്ന ജലത്തിലും ഈർപ്പത്തിലും നിലനിൽക്കുന്നു. എന്താ പറഞ്ഞത്? എലികളുടെയും നായ്ക്കളുടെയും മറ്റു ചില ജീവികളുടെയും മൂത്രത്തിലൂടെ പുറത്തെത്തുന്ന ബാക്ടീരിയ കെട്ടിക്കിടക്കുന്ന ജലത്തിലും അതുപോലെ ഈർപ്പമുള്ള പ്രദേശങ്ങളിലും എന്ത് ചെയ്യുന്നു? നിലനിൽക്കുന്നു. ഇവ മുറിവിലൂടെ രക്തത്തിലെത്തിയാൽ ശരീരകലകളെ ബാധിക്കുകയും ഇവ ഉൽപ്പാദിപ്പിക്കുന്ന ടോക്സിനുകൾ ലോമികകളെ തകരാറിലാക്കുകയും ആന്തരിക രക്തസ്രാവത്തിന് കാരണമാകുകയും ചെയ്യും. ഈ പോയിന്റ് അങ്ങ് പഠിച്ചോളേ. ഇവ മുറിവിലൂടെ രക്തത്തിലെത്തിക്കഴിഞ്ഞാൽ ശരീരകലകളെ ബാധിക്കുകയും ഇവ ഉൽപ്പാദിപ്പിക്കുന്ന ടോക്സിനുകൾ ലോമികകളെ തകരാറിലാക്കുകയും ആന്തരിക രക്തസ്രാവത്തിന് ഇത് കാരണമാകുകയും ചെയ്യും. അപ്പോൾ ഈ പോയിന്റ് സുഹൃത്തുക്കൾ പഠിക്കുക. ഒന്നുകൂടി പറയാം. എലിപ്പനിയാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കിയത്. എലിപ്പനിക്ക് കാരണമായ ബാക്ടീരിയ ഏതാ സുഹൃത്തുക്കളെ? ലെപ്റ്റോസ്പൈറയാണ്. അപ്പോൾ എലിപ്പനി ഒരു ബാക്ടീരിയൽ രോഗമാണ്. അതുണ്ടാക്കുന്ന ബാക്ടീരിയ ലെപ്റ്റോസ്പൈറ എന്ന ബാക്ടീരിയയാണ്. എലികളുടെയും നായ്ക്കളുടെയും മറ്റു ചില ജീവികളുടെയും മൂത്രത്തിലൂടെ പുറത്തെത്തുന്ന ബാക്ടീരിയ കെട്ടിക്കിടക്കുന്ന ജലത്തിലും ഈർപ്പമുള്ള പ്രദേശത്തിലും അല്ലെങ്കിൽ ഈർപ്പത്തിലും നിലനിൽക്കുന്നു. ഇവ മുറിവിലൂടെ രക്തത്തിലെത്തിയാൽ ശരീരകലകളെ ബാധിക്കുകയും ഇവ ഉൽപ്പാദിപ്പിക്കുന്ന ടോക്സിനുകൾ രക്തലോമികളെ തകരാറിലാക്കുകയും ആന്തരിക രക്തസ്രാവത്തിന് കാരണമാകുകയും ചെയ്യും. പഠിക്കുക. എലിപ്പനിയുടെ പ്രധാനപ്പെട്ട രോഗലക്ഷണങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ശക്തമായ പനി, തലവേദന, പേശീവേദന, കണ്ണിനുണ്ടാകുന്ന ചുവപ്പ് നിറം. ഇതാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ളത്. സുഹൃത്തുക്കൾ പഠിച്ചോളണേ ഇത്. ശക്തമായ പനി, തലവേദന, പേശീവേദന, കണ്ണിനുണ്ടാകുന്ന ചുവപ്പ് നിറം. ഈ കണ്ണിനുണ്ടാകുന്ന ചുവപ്പ് നിറം എലിപ്പനിയുടെ മറ്റൊരു പ്രത്യേകതയാണ്. പഠിക്കുക. രോഗം തടയുന്നതിന് വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്നത് എലികൾ പെറ്റുപെരുകുന്ന സാഹചര്യം ഒഴിവാക്കുക. എലികൾ പെറ്റുപെരുകുന്ന സാഹചര്യം ഒഴിവാക്കുക. മുറിവുള്ള ഭാഗം രോഗാണുക്കളുള്ള ജലവുമായി സമ്പർക്കത്തിൽ വരുന്നത് ഒഴിവാക്കുക. മുറിവുള്ള ഭാഗം രോഗാണുക്കളുമായുള്ള അല്ലെങ്കിൽ രോഗാണുക്കളുള്ള ജലവുമായുള്ള സമ്പർക്കത്തിൽ വരുന്നത് ഒഴിവാക്കുക. രോഗവ്യാപനം തടയുന്നതിന് തുടക്കം തന്നെ ചികിത്സിക്കുക. രോഗവ്യാപനം തടയുന്നതിന് തുടക്കത്തിൽ തന്നെ ചികിത്സിക്കുകയും ചെയ്യുക. അപ്പൊ ഒന്നുകൂടി പറയാം.
രോഗ ലക്ഷണങ്ങൾ നമ്മൾ പറഞ്ഞു. ശക്തമായ പനി ഉണ്ടായിരിക്കും, തലവേദനയും പേശിവേദനയും ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ കണ്ണിലുണ്ടാകുന്ന ചുവപ്പ് നിറവും എലിപ്പനിയുടെ ഒരു പ്രത്യേകതയാണ്. രോഗം തടയുന്നതിന് വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാന്ന് ചോദിച്ചാൽ, എലികൾ പെറ്റുപെരുവാനുള്ള സാഹചര്യം ഒഴിവാക്കണം, മുറിവുകളുള്ള ഭാഗം രോഗാണുക്കളുള്ള ജലവുമായി സമ്പർക്കത്തിൽ വരുന്നത് ഒഴിവാക്കണം, രോഗവ്യാപനം തടയുന്നതിന് തുടക്കത്തിൽ തന്നെ ചികിത്സിക്കുകയും ചെയ്യുക. അടുത്തതായി നമുക്ക് പഠിക്കുവാനുള്ള ബാക്ടീരിയ രോഗമാണ് ഡിഫ്തീരിയ. എന്താണ് ഡിഫ്തീരിയ? ഡിഫ്തീരിയ രോഗത്തിന് കാരണമായ ബാക്ടീരിയയാണ് കോറിനി ബാക്ടീരിയം ഡിഫ്തീരിയ. ഇങ്ങനെ നല്ല പഠിച്ചോളണേ. ഡിഫ്തീരിയ രോഗത്തിന് കാരണമായ ബാക്ടീരിയ ആരെന്ന് ചോദിച്ചാല് കോറിനി ബാക്ടീരിയം ഡിഫ്തീരിയയാണ്. ഇവ ഉൽപ്പാദിപ്പിക്കുന്ന ടോക്സിനുകൾ മൂക്ക്, തൊണ്ട എന്നിവിടങ്ങളിലെ ശ്ലേഷ്മ ആവരണത്തിലെ കോശങ്ങളെ നശിപ്പിക്കുന്നു. അപ്പോൾ ഡിഫ്തീരിയ ഉണ്ടാക്കുന്ന ബാക്ടീരിയകൾ എവിടെയാണ് വരുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ തൊണ്ടയിലും മൂക്കിലുമാണ് ഇവർ ഇരിക്കുന്നത്. ഇവിടത്തെ ശ്ലേഷ്മ സ്ഥലത്തിലെ ആവരണത്തിലെ കോശങ്ങളെ ഇവന്മാർ എന്ത് ചെയ്യും? നശിപ്പിക്കും. ഈ കോശങ്ങൾ 2-3 ദിവസത്തിനുള്ളിൽ കട്ടിയുള്ള ചാരനിറത്തിലുള്ള ഒരു ആവരണം തൊണ്ടയിൽ ഉണ്ടാക്കുന്നു. ഈ കോശങ്ങൾ 2-3 ദിവസത്തിനുള്ളിൽ കട്ടിയുള്ള ചാരനിറത്തിലുള്ള ഒരു ആവരണം തൊണ്ടയിൽ ഉണ്ടാക്കുന്നു. ക്രമേണ മസ്തിഷ്കം, ഹൃദയം, വൃക്ക എന്നിവ തകരാറിലാകുകയും ചെയ്യുന്നു. ക്രമേണ മസ്തിഷ്കം, ഹൃദയം, വൃക്ക എന്നിവ തകരാറിലാകുകയും ചെയ്യുന്നു. പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ. ഡിഫ്തീരിയ രോഗത്തിന് കാരണമാകുന്ന ബാക്ടീരിയ ആരാണ്? കോറിനി ബാക്ടീരിയം ഡിഫ്തീരിയയാണ്. ഇവ ഉൽപ്പാദിപ്പിക്കുന്ന ടോക്സിനുകൾ മൂക്ക് അല്ലെങ്കിൽ തൊണ്ട എന്നിവിടങ്ങളിലെ ശ്ലേഷ്മ ആവരണത്തിലെ കോശങ്ങളെ നശിപ്പിക്കുന്നു. ഈ കോശങ്ങൾ 2-3 ദിവസത്തിനുള്ളിൽ കട്ടിയുള്ള ചാരനിറത്തിലുള്ള ഒരു ആവരണം തൊണ്ടയിൽ ഉണ്ടാക്കുന്നു. ക്രമേണ മസ്തിഷ്കം, ഹൃദയം, വൃക്ക എന്നിവ തകരാറിലാക്കുകയും ചെയ്യുന്നു ഡിഫ്തീരിയ. ഡിഫ്തീരിയ രോഗത്തിന്റെ പ്രധാന ലക്ഷണങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ പനി, തൊണ്ടവേദന, കഴുത്തിലെ ലിംഫ് ഗ്രന്ഥികളുടെ വീക്കം. ഇത് പഠിച്ചോളെ. പനി, ശക്തമായ തൊണ്ടവേദന, കഴുത്തിലെ ലിംഫ് ഗ്രന്ഥികളുടെ വീക്കം. കഴുത്തിലെ ലിംഫ് ഗ്രന്ഥികളുടെ വീക്കവും ഡിഫ്തീരിയ രോഗത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷണമാണ്. രോഗപ്രതിരോധ മാർഗം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, രോഗബാധ ഏൽക്കാത്ത കോശങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ആന്റിടോക്സിനുകൾ ഉപയോഗിക്കുക. രോഗം മൂർച്ഛിച്ച അവസ്ഥയിലാണെങ്കിൽ ഇത് ഫലപ്രദമാകാത്തത് കൊണ്ട് തന്നെ ഏറ്റവും ഉചിതമായ മാർഗം വാക്സിനുകൾ സ്വീകരിക്കുക എന്നതാണ്. പഠിച്ചോളനെ. അപ്പോൾ ഡിഫ്തീരിയ രോഗത്തിന്റെ രോഗപ്രതിരോധ മാർഗം ചോദിച്ചാല് രോഗബാധ ഏൽക്കാത്ത കോശങ്ങളെ സംരക്ഷിക്കാനായിട്ട് ആന്റിടോക്സിനുകൾ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. പക്ഷേ രോഗം മൂർച്ഛിച്ച അവസ്ഥയിലാണെങ്കിൽ ഇത് ഫലപ്രദമാകാത്തത് കൊണ്ട് തന്നെ ഏറ്റവും ഉചിതമായ മാർഗം എന്ന് പറയുന്നത് വാക്സിനുകൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. സുഹൃത്തുക്കൾ പഠിക്കുക. അടുത്ത രോഗമാണ് ക്ഷയരോഗം. അടുത്തതാണ് ക്ഷയരോഗം, അല്ലെങ്കിൽ രോഗങ്ങളുടെ രാജാവ് എന്നൊക്കെ അറിയപ്പെടുന്ന ക്ഷയരോഗത്തെ പറ്റിയാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക. ക്ഷയരോഗം ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ള രോഗമാണ് ക്ഷയം. ക്ഷയരോഗത്തിന് കാരണമാകുന്ന ബാക്ടീരിയ മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്. പഠിക്കുക. ക്ഷയരോഗത്തിന് കാരണമാകുന്ന ബാക്ടീരിയ ഏതാണ്? മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്. ക്ഷയരോഗം മുഖ്യമായും ബാധിക്കുന്ന ശരീരാവയവം ശ്വാസകോശമാണ്. പഠിക്കുക. ഇമ്പോർട്ടന്റ് ആണ്. ക്ഷയരോഗം മുഖ്യമായും ബാധിക്കുന്ന ശരീരാവയവം ശ്വാസകോശമാണ്. വൃക്ക, തലച്ചോറ്, അസ്ഥികൾ, അസ്ഥിസന്ധികൾ എന്നിവയെയും ഈ രോഗം ബാധിക്കുന്നു. വൃക്കയെയും തലച്ചോറിനെയും അസ്ഥികളെയും അസ്ഥിസന്ധികളെയും ബാധിക്കുന്നു ക്ഷയരോഗം. ഒന്നുകൂടി പറയാം. ക്ഷയരോഗത്തിന് കാരണമായ ബാക്ടീരിയ ഏതാ സുഹൃത്തുക്കളെ? മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് ആണ്. ക്ഷയരോഗം മുഖ്യമായും ബാധിക്കുന്ന ശരീരാവയവം ചോദിച്ചാൽ അത് ശ്വാസകോശമാണ്. വൃക്ക, തലച്ചോറ്, അസ്ഥികൾ, അസ്ഥിസന്ധികൾ എന്നിവയെയും ഈ രോഗം ബാധിക്കുന്നു. രോഗലക്ഷണം. ക്ഷയരോഗത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ സ്ഥിരമായുള്ള ചുമ, ശരീരത്തിന് ഭാരക്കുറവ് അനുഭവപ്പെടുക, ക്ഷീണം. ഇത് മൂന്നുമാണ് പ്രധാനപ്പെട്ടത്. അതിൽ സ്ഥിരമായ ചുമ എന്ന് പറയുന്ന പഠിച്ചു വെച്ചേക്ക. പ്രത്യേകിച്ച് 2 മുതൽ 3 ആഴ്ച വരെ നീണ്ടു നിൽക്കുന്ന ചുമ എന്തിന് കാരണമാവാം? ക്ഷയരോഗത്തിന് കാരണമാവാം. അപ്പോ ക്ഷയരോഗത്തിന്റെ പ്രധാനപ്പെട്ട രോഗലക്ഷണങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ സ്ഥിരമായുള്ള ചുമ, അതായത് 2 മുതൽ 3 ആഴ്ച വരെ നീണ്ടു നിൽക്കുന്ന ചുമയായിരിക്കാം. ശരീരത്തിന്റെ ഭാരക്കുറവ് അനുഭവപ്പെടുക, ക്ഷീണം. ഇതൊക്കെ ക്ഷയരോഗത്തിന്റെ പ്രധാനപ്പെട്ട രോഗലക്ഷണങ്ങളാണ്. രോഗത്തിന്റെ വ്യാപനം എങ്ങനെയെന്ന് ചോദിച്ചാൽ വായുവിലൂടെയാണ്. പഠിക്കുക. വായുവിലൂടെ ക്ഷയരോഗം പ്രധാനമായും വ്യാപിക്കുന്നത്. രോഗികൾ ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും സംസാരിക്കുമ്പോഴും രോഗാണുക്കൾ വായുവിലേക്കും അവിടെ നിന്ന് മറ്റുള്ളവരിലേക്കും വ്യാപിക്കുന്നു. അപ്പോൾ രോഗികള് ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും സംസാരിക്കുമ്പോഴും രോഗാണുക്കള് വായുവിലേക്കും അവിടെ നിന്ന് മറ്റുള്ളവരിലേക്കും വ്യാപിക്കുന്നു.
പ്രധാനപ്പെട്ട ക്ഷയരോഗത്തിന്റെ പ്രതിരോധ മാർഗം എന്ന് പറയുന്നത് ആന്റിബയോട്ടിക് ഉപയോഗിച്ചുള്ള ചികിത്സയാണ് ക്ഷയരോഗത്തിന് ഫലപ്രദം. BCG വാക്സിൻ ഉപയോഗിച്ചുള്ള പ്രതിരോധവൽക്കരണമാണ് രോഗം തടയുന്നതിന് ഫലപ്രദം. അപ്പോ പ്രതിരോധ മാർഗം, ക്ഷയരോഗത്തിന്റെ പ്രതിരോധ മാർഗം ചോദിച്ചാൽ ആന്റിബയോട്ടിക് ഉപയോഗിച്ചുള്ള ചികിത്സയാണ് ക്ഷയരോഗത്തിന് ഫലപ്രദം. BCG വാക്സിൻ ഉപയോഗിച്ചുള്ള പ്രതിരോധവൽക്കരണമാണ് ക്ഷയരോഗം തടയുന്നതിന് ഫലപ്രദം. പഠിക്കുക. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്ന രോഗമാണ് കോളറ. കോളറ രോഗം പകരുന്നത് മലിനജലത്തിലൂടെയാണ്. പഠിച്ചോളനെ, കോളറ രോഗം പകരുന്നത് മലിനജലത്തിലൂടെയാണ്. കോളറ രോഗത്തിന്റെ രോഗലക്ഷണങ്ങൾ പഠിക്കുക. വയറിളക്കം, കഞ്ഞിവെള്ളം പോലുള്ള മലം, പേശികൾ വലിഞ്ഞു മുറുകുന്ന അവസ്ഥ, ഛർദിയും നിർജ്ജലീകരണവും. പഠിക്കുക. രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണ് കോളറയുടെ? വയറിളക്കം, കഞ്ഞിവെള്ളം പോലുള്ള മലം, പേശികൾ വലിഞ്ഞു മുറുകുന്ന അവസ്ഥ, ഛർദി, നിർജ്ജലീകരണം എന്നിവയാണ് പഠിക്കുക. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്ന രോഗമാണ് ടൈഫോയിഡ്. ടൈഫോയിഡ് രോഗത്തിന് കാരണമായ ബാക്ടീരിയയാണ് സാൽമൊണല്ല ടൈഫി. ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. ടൈഫോയിഡ് രോഗത്തിന് കാരണമായിട്ടുള്ള ബാക്ടീരിയ ഏതാണ്? സാൽമൊണല്ല ടൈഫി ആണ്. ടൈഫോയിഡ് രോഗം പകരുന്നത് മലിനജലത്തിലൂടെയാണ്. ടൈഫോയിഡ് രോഗം പകരുന്നത് മലിനജലത്തിലൂടെയാണ്. പ്രധാന ടൈഫോയിഡിന്റെ രോഗലക്ഷണങ്ങൾ ചോദിച്ചാൽ 40 ഡിഗ്രിക്ക് മുകളിൽ നീണ്ടു നിൽക്കുന്ന പനി. ഇത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ളത്. 40 ഡിഗ്രിക്ക് മുകളിൽ നീണ്ടു നിൽക്കുന്ന പനിയാണ് പ്രധാനപ്പെട്ട ടൈഫോയിഡ് രോഗത്തിന്റെ രോഗലക്ഷണം. തലവേദന, വയറുവേദന. തലവേദനയും വയറുവേദന അതിന്റെ കൂടെ ഉണ്ടായിരിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട രോഗലക്ഷണം എന്താണ് ടൈഫോയിഡിന്റെ? 40 ഡിഗ്രിക്ക് മുകളിൽ നീണ്ടു നിൽക്കുന്ന പനിയാണ് സുഹൃത്തുക്കൾ. പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കേണ്ട ബാക്ടീരിയ രോഗമാണ് ടെറ്റനസ്. ടെറ്റനസ് രോഗത്തിന് കാരണമായ ബാക്ടീരിയയാണ് ക്ലോസ്ട്രീഡിയം ടെറ്റനി. ടെറ്റനസ് രോഗത്തിന് കാരണമായിട്ടുള്ള ബാക്ടീരിയ ഏതാ സുഹൃത്തുക്കളെ? ക്ലോസ്ട്രീഡിയം ടെറ്റനിയാണ്. രോഗം പടരുന്നത് മുറിവിലൂടെയാണ്. ടെറ്റനസ് എന്ന രോഗം പകരുന്നത് മുറിവിലൂടെയാണ്. രോഗലക്ഷണം പേശികളുടെ അനിയന്ത്രിതമായ സങ്കോചം മൂലം വായ തുറക്കുവാനും ആഹാരം വിഴുങ്ങുവാനും കഴിയാത്ത അവസ്ഥ. പേശികളുടെ അനിയന്ത്രിതമായ സങ്കോചം മൂലം വായ തുറക്കുവാനോ ആഹാരം വിഴുങ്ങുവാനോ കഴിയാത്ത അവസ്ഥയാണ് ടെറ്റനസ് എന്ന് പറയുന്ന രോഗത്തിന്റെ ലക്ഷണം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ടെറ്റനസ് ഒരു ഓമന പേരിൽ അറിയപ്പെടുന്നുണ്ട്, ലോക്ജാ ഡിസീസ്. എന്താണ് ലോക്ജാ ഡിസീസ് എന്നറിയപ്പെടുന്നത് ആരെന്ന് ചോദിച്ചാൽ അത് ടെറ്റനസ് ആണ്. അതിനുള്ള കാരണമാണ് നമ്മൾ ഈ പറഞ്ഞത്. പേശികളുടെ അനിയന്ത്രിതമായ സങ്കോചം മൂലം വായ തുറക്കാനും ആഹാരം വിഴുങ്ങാനും കഴിയുന്നില്ല. അതുകൊണ്ടാണ് ടെറ്റനസ് എന്ന രോഗത്തെ ലോക്ജാ ഡിസീസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്ന ബാക്ടീരിയൽ രോഗമാണ് ആന്ത്രാക്സ്. ആന്ത്രാക്സ് രോഗം ഉണ്ടാകുന്ന ബാക്ടീരിയയാണ് ബാസിലസ് ആന്ത്രാസിസ്. പഠിച്ചോളെ, ആന്ത്രാക്സ് രോഗം ഉണ്ടാക്കുന്ന ബാക്ടീരിയ ആരാണ്? ബാസിലസ് ആന്ത്രാസിസ് ആണ്. ആരാണ്? ബാസിലസ് ആന്ത്രാസിസ് ആണ്. ജന്തുക്കളുമായുള്ള സമ്പർക്കത്തിലൂടെയാണ് രോഗം പടരുന്നത്. ജന്തുക്കളുമായുള്ള സമ്പർക്കത്തിലൂടെ പകരുന്ന രോഗമാണ് ആന്ത്രാക്സ് എന്ന് പറയുന്നത്. രോഗലക്ഷണങ്ങൾ ചോദിച്ചാൽ തൊലിപ്പുറത്തുണ്ടാകുന്ന വ്രണങ്ങൾ. ആന്ത്രാക്സ് രോഗലക്ഷണങ്ങൾ: തൊലിപ്പുറത്തുണ്ടാകുന്ന വ്രണങ്ങൾ, ശ്വാസതടസ്സം അനുഭവപ്പെടുക, പനി, ചുമ, തലവേദന. രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? തൊലിപ്പുറത്തുണ്ടാകുന്ന വ്രണങ്ങള്, ശ്വാസതടസ്സം അനുഭവപ്പെടുക, പനി, ചുമ, തലവേദന എന്നിവയാണ് പഠിക്കുക. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്ന ബാക്ടീരിയൽ രോഗമാണ് ബോട്ടുലിസം. എന്താണ് ബോട്ടുലിസം എന്ന് നമുക്ക് നോക്കാം. ബോട്ടുലിസം രോഗത്തിന് കാരണമായ ബാക്ടീരിയയാണ് ക്ലോസ്ട്രീഡിയം ബോട്ടുലിനം. പഠിച്ചോളനെ, ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. ബോട്ടുലിസം രോഗത്തിന് കാരണമായ ബാക്ടീരിയയാണ് ക്ലോസ്ട്രീഡിയം ബോട്ടുലിനം. പഴകിയ ആഹാരത്തിലൂടെ പകരുന്ന രോഗമേയെന്ന് PSC ചോദിക്കും. അത് ബോട്ടുലിസം ആണ്. പഴകിയ ആഹാരത്തിലൂടെ പകരുന്ന രോഗമാണ് ബോട്ടുലിസം എന്ന് പറയുന്നത്. രോഗലക്ഷണങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ വയറുവേദന, മലബന്ധം, ക്ഷീണം, കാഴ്ചയ്ക്കും സംസാരിക്കുന്നതിനും ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്. ഇതാണ് ഇമ്പോർട്ടന്റ് കേട്ടോ. ബോട്ടുലിസം രോഗത്തിന്റെ രോഗലക്ഷണങ്ങൾ ചോദിച്ചാൽ വയറുവേദന, മലബന്ധം, ക്ഷീണം, കാഴ്ചയ്ക്കും സംസാരിക്കുന്നതിനും ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്നിവയാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ. ബോട്ടുലിസം എന്ന് പറയുന്ന ബാക്ടീരിയ രോഗമാണ് നമ്മൾ പറയുന്നത്. ബോട്ടുലിസം എന്ന് പറയുന്ന ബാക്ടീരിയ രോഗത്തിന് കാരണമാകുന്ന ബാക്ടീരിയ ക്ലോസ്ട്രീഡിയം ബോട്ടുലിനമാണ്. പഴകിയ ആഹാരത്തിലൂടെ പകരുന്ന രോഗം ഏതാണെന്ന് PSC ചോദിക്കും. ഉത്തരം ബോട്ടുലിസം ആണ്. രോഗലക്ഷണം ചോദിച്ചു കഴിഞ്ഞാൽ വയറുവേദന, മലബന്ധം, ക്ഷീണം, കാഴ്ചയ്ക്കും സംസാരത്തിനും ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്. പഠിക്കുക. അടുത്തതായി നമ്മൾ പഠിക്കുന്ന ബാക്ടീരിയ രോഗമാണ് ഗൊണേറിയ. ഗൊണേറിയ രോഗത്തിന് കാരണമായ ബാക്ടീരിയയാണ് നിസേറിയ ഗൊണേറിയ. മറക്കരുത്, എന്താണ്? നിസേറിയ ഗൊണേറിയ. ഗൊണേറിയ രോഗത്തിന് കാരണമായ ബാക്ടീരിയ ഏതാണ്? നിസേറിയ ഗൊണേറിയയാണ്. സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിലൂടെ ഉണ്ടാകുന്ന രോഗമാണ് ഗൊണേറിയ. സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിലൂടെ ഉണ്ടാകുന്ന രോഗം എന്ന് ചോദിച്ചാൽ അത് ഗൊണേറിയയാണ്. ഗൊണേറിയ രോഗത്തിന്റെ ലക്ഷണങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ലൈംഗിക അവയവങ്ങളിലുള്ള വേദന, വീക്കം, പഴുപ്പ് പോലുള്ള സ്രവങ്ങൾ. ഗൊണേറിയ രോഗത്തിന്റെ പ്രധാന ലക്ഷണങ്ങൾ ചോദിച്ചാൽ ലൈംഗിക അവയവങ്ങളിലുള്ള വേദന,
പഴുപ്പ് പോലുള്ള സ്രവങ്ങൾ എന്നിവയാണ് സുഹൃത്തുക്കൾ പഠിക്കുക. അപ്പോൾ ഇത്രയും പോയിന്റ് ആയിരുന്നു നമ്മുടെ LDC 100 Days Challenge ഡേ 20 നമ്മൾ നോക്കിയത്. സുഹൃത്തുക്കൾ ഇത്രയും പോയിന്റ്സ് വ്യക്തമായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഇവയിൽ പലതും PSC ഒരുപാട് തവണ പ്രീവിയസ് ആയി LD എക്സാമിന് തന്നെ ചോദിച്ചതാണ്. അതുകൊണ്ട് നമ്മൾ വ്യക്തമായിട്ട് ഈ ഭാഗങ്ങളെല്ലാം പഠിച്ചു തീർക്കുക. ഇത്ര നേരം ഈ വീഡിയോ കണ്ട സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടണോട് ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ സുഹൃത്തുക്കളെ നിങ്ങളിൽ എത്തുന്നതാണ്. സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നല്ലൊരു ദിവസം നേരുന്നു.